നല്ല അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ദാനം തന്ന ഈ നല്ല പകലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ പകൽ വലിയ സന്തോഷമാണെങ്കിൽ അനേകർക്ക് ഈ പകൽ ഒരു വേദനയാണ്. വേദനയെ പ്രതികൂലത്തിന്റെ മധ്യേ കൂടെ പോകുമ്പോഴും നമുക്ക് ദൈവം ഇന്നത്തെ പകൽ എന്തുവാ വലിയ സന്തോഷത്തോടെ കൊണ്ട് നിർത്തുന്നുവെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണോ? നമ്മളെ ദൈവം അറിഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം. നമ്മളെ സ്തോത്രം ഉള്ളിലെല്ലാം അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ പോയി എന്തുവാ നമ്മൾ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണെന്നുള്ള ഒരു ധാരണ വന്നു പോയാൽ പോയി. ദൈവം നമ്മളെ അറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചത്, അല്ലേ? ഇന്ന് നമ്മൾ കേട്ട സ്തോത്രം 18 പറഞ്ഞതുപോലെ തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെ തന്നെ ഉയർത്തുന്നവനെ ആര് താഴ്ത്തും? ദൈവം താഴ്ത്തും. അപ്പോഴ് ദൈവം നമ്മളെ അറിഞ്ഞത് കൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ചിന്തിച്ചൊരു വിഷയമുണ്ട്. ദൈവം എന്നെ വിളിക്കാൻ എനിക്ക് എന്താ യോഗ്യത? ദൈവം എന്നെ വിളിക്കാൻ എന്താ യോഗ്യത? എന്റെ കുടുംബത്തിനകത്ത് തന്നെ ഞാൻ ചിന്തിച്ചു. എന്നിലും വിദ്യാഭ്യാസമുള്ളവരുണ്ട്, എന്നിലും ആരോഗ്യമുള്ളവരുണ്ട്, എന്നിലും സൗന്ദര്യമുള്ളവരുണ്ട്, എന്നിലും കഴിവുള്ളവരുണ്ട്. സ്തോത്രം. ഇന്ന് അവരിയ്ക്കുന്ന എല്ലാം വലിയ വലിയ കഴിവുള്ള പോസ്റ്റിലാണ്. പക്ഷെ ദൈവം ഈ കഴിവുള്ളവർക്കൊന്നും കൊടുക്കാതെ എന്നെ വിളിച്ചെന്തിനാ? സ്തോത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തെങ്കിലും എന്നിൽ നിന്ന് അങ്ങക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ എല്ലാം മേടിച്ചതല്ലാതെ ഞാനൊന്നും അങ്ങക്ക് തിരിച്ചു തന്നിട്ടില്ല. എന്നിട്ടും എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ എനിക്ക് എന്താ പോകുന്നത്? ദൈവം ഒരാളെ സ്നേഹിക്കുന്ന സ്നേഹം നോക്കിക്കോണം. നേരത്തെ പറഞ്ഞതുപോലെ, സാക്ഷി പറഞ്ഞ പോലെ മുഖം വീർപ്പിക്കത്തൊന്നുമില്ല ആരും. മുഖം വീർപ്പിച്ചായിരുന്നെങ്കിൽ നമ്മളെ കാര്യം പോയി. നമ്മളൊരു തെറ്റ് കണ്ടിട്ട് യേശു പിന്നെ മുഖം വീർപ്പിച്ചു, ഇവനെ ഞാൻ അടുപ്പിക്കരുത്, പോയി നമ്മളെ കാര്യം. പിന്നെ നിലവിളിക്കുമ്പോൾ യേശു പിന്നെ മനസ്സിലായി, അവൻക്കറിയുക അവന്റെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്ന മുമ്പേ ഞാൻ അവനെ തിരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുപ്പാ ഇന്ന് വരെ നമ്മളെ പുലർത്തുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ എന്ന് പറഞ്ഞാൽ അമ്മ വിവാഹം കഴിക്കുന്ന മുമ്പേ സ്തോത്രം, ഇന്നാളുടെ വിവാഹം കഴിക്കും, അതിനകത്തൊരു മകൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാവും, അതെനിക്കുള്ളതാ. ആ ഉരുവാകുന്ന മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിളി കിടക്കുന്നത് കൊണ്ടാ ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തെ അറിഞ്ഞത്. അല്ലെ അറിയൂ? സ്തോത്രം. അല്ലെ അറിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സ്വയം എന്ത് ചെയ്യല്ലേ? ഉയർത്തല്ലേ, സ്വയം താഴ്ത്തപ്പെട്ടോണം. ഈ ദൂത് അറിഞ്ഞവൻ എപ്പോഴും ദൈവസനെ എന്ത് ചെയ്യും? സ്വയം ഉയർത്തത്തില്ല. അവനെന്ത് ചെയ്യും? സ്വയം എന്ത് ചെയ്യും? താഴ്ത്തപ്പെടും. കാര്യം എന്തുവാ? അവനറിയാം എന്റെ കഴിവല്ല. നമ്മളെ കഴിവാണോ? നമ്മുടെ കഴിവാണ് നമ്മൾ അഹങ്കരിച്ചത്. കഴിവാണോ? ദൈവത്തിന്റെ കൃപയാ. നമുക്ക് എന്തോ ക്വാളിറ്റി ഉള്ളത്? കർത്താവിന് പ്രാർത്ഥിച്ച് ഓരോന്നും വാങ്ങുന്നേ അല്ലാതെ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അന്നത്തെ കർത്താവ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളെ യോഗ്യതയാണോ? കർത്താവിന്റെ കൃപയാണ്. സ്വതന്ത്ര ചിലവർക്ക് ഞാൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, അങ്ങനെ നിഗളിച്ചവരുടെ കാര്യമെല്ലാം ഇന്ന് വട്ടപൂജ്യമായിക്കൊണ്ടിരിക്കുക. നിഗളികളെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നമ്മൾ എന്തൊക്കെ നന്മ വന്നാലും അനുഗ്രഹം വന്നാലും പ്രിയ ദൈവമക്കളെ, നിഗളം എന്ന് പറയുന്നൊരു പാപം കയറി വരുമ്പോഴേ ഓർത്തോണം, ഇത് ദൈവത്തിന്റെ അല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്താൽ കിട്ടിയതല്ല. ഇതെന്തുവാ? അഹങ്കാരമാണ്. ഇതാര് കൊണ്ടുവന്നതാ? പിശാച് കൊണ്ടുവന്നത്. എന്തെങ്കിലും കാര്യത്തിനകത്ത് സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെ നിന്ദിച്ചവരെ പരിഹസിച്ചവരെ വേണ്ടി കൂടെ നമ്മളെ തല ഉയർത്തി കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഉള്ളിനകത്ത് ഒരു ഭാവമല്ലേ, ഇനി പോലെ എന്നെ നിന്ദിക്കാൻ പറ്റുമോ? പരിഹസിക്കാൻ പറ്റുമോ? അവൻ നോക്കുന്ന കണ്ടിരിക്കും. ഒരിക്കലും വരണ്ടേ. അവിടെ സ്തുതിക്കണം ആരെ? എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല, എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല. ഇന്നലെ വരെ അവന് സംസാര വസ്തുവായിരുന്നു ഞാൻ, അവന്റെ പരിഹാസ വസ്തുവായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് അവനെ പരിഹസിക്കാൻ അവന്റെ നാവ് ഉയർത്തുവാൻ കഴിയുന്നില്ല.
ഇന്ന് അവൻ എന്നെ പരിഹസിക്കാൻ പറ്റുന്നില്ല, എന്നെ അപമാനിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ യേശു എന്നെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ യേശു എന്നെ ഇന്ന് മാനിച്ചു കൊണ്ടുപോകുന്നത്. സ്തോത്രം. നമ്മളെ ശത്രുവിനെ പരിഹസിക്കാനോ അപമാനിക്കാനോ ആരും വിട്ടുകൊടുക്കുന്നില്ല, കർത്താവ് വിട്ടുകൊടുക്കുന്നില്ല. സ്തോത്രം. ഒരു വാക്യം വായിക്കാം, വായിച്ചിട്ട് ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നഷ്ടത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ എന്റെ ജ്ഞാനത്തിലോ ബുദ്ധിയിലല്ല നിങ്ങളടുത്ത് വന്ന് എന്ത് ചെയ്തേ? ദൈവവചനം പ്രസ്താവിച്ചത്. സ്തോത്രം. എനിക്ക് ദൈവം തന്ന ജ്ഞാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തെയാണ് നിങ്ങളടുത്ത് വന്ന് ഞാൻ അറിയിച്ചത്. അപ്പൊ യേശു എന്നിലേക്ക് പകർന്നതാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കുന്നേ? അറിയിച്ചിരിക്കുന്നത്. എന്റെ ജ്ഞാനമോ ബുദ്ധിയല്ല. പൗലോസിനുള്ള ബുദ്ധിയാണ്, ജ്ഞാനമാണ്. എന്ന് പറഞ്ഞാൽ അവൻ റോമ പൗരനാണ്, അവന് ബുദ്ധിയുണ്ട്, അവന് വിദ്യാഭ്യാസമുണ്ട്, അവന് ജ്ഞാനമുണ്ട്, അവന് കഴിവുണ്ട്, സമ്പത്തുണ്ട്, അവന് അധികാരമുണ്ട്. പക്ഷെ അവൻ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാ ആരടുത്ത് വന്നത്? യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നത്. എന്നിട്ട് അവൻ പറയുക, എന്റെ ബുദ്ധിയോ എന്റെ ജ്ഞാനമോ എന്റെ കഴിവോ അല്ല, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, യേശുക്രിസ്തുവിന്റെ ആത്മാഭിഷേകത്തിലാണ്, അല്ലെങ്കിൽ ദൈവകൃപയാലാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തേ? ഉപദേശിച്ചത്. സ്തോത്രം. ഞാൻ സ്തോത്രം പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചില വിഷയങ്ങളേക്ക് കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്, പ്രയാസം തോന്നിയിട്ടുണ്ട്. കാര്യം സ്തോത്രം, പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് നടക്കുന്ന ചില അദമ്പനങ്ങളെ ഓർത്ത് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവ്, ഞാൻ ഇനി സഭകളെയൊന്നും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കർത്താവ്, നീ സഭയെ കുറ്റം പറയണ്ട, വ്യക്തിയെ കുറ്റം പറയണ്ട, പക്ഷെ പെന്തിക്കോസ്ത് എന്ന് പറയുമ്പോൾ നീ അതിനകത്ത് ഉൾക്കൊള്ളും. അപ്പൊ ചില കാര്യങ്ങൾ കാണുമ്പോൾ നീ വിളിച്ചു പറയും. നീ അല്ല പറയുന്നത്. ഞാൻ ദൈവത്തോട് പറയും, കർത്താവ്, ഞാൻ ഇനി പറയത്തില്ല. പക്ഷെ കർത്താവ് സമയത്ത് എന്ത് ചെയ്യും? കാര്യം എന്തുവാ? പെന്തിക്കോസ്ത് എന്ന് അവർ പറയുന്നത് കൊണ്ടാണ്. പെന്തിക്കോസ്ത് എന്ന് പറയുമ്പോൾ ആ പെന്തിക്കോസ്തിന്റെ അനുഭവം അവർക്കില്ല എങ്കിൽ ഞാൻ വിളിച്ചു പറയും. കാര്യം എന്തുവാ? പെന്തിക്കോസ്ത് എന്ന് അവർ പറയല്ലെങ്കിൽ അവർ പെന്തിക്കോസ്ത് എന്ന് എന്ത് ചെയ്യല്ലേ? പറയല്ലേ. സ്തോത്രം. പെന്തിക്കോസ്ത് എന്ന് പറയല്ലേ. പെന്തിക്കോസ്തിന്റെ സഭയ്ക്കകത്ത് നിന്നിട്ട് പെന്തിക്കോസ്തിന്റെ രീതിയിൽ ജീവിതമില്ല എങ്കിൽ പെന്തിക്കോസ്തിന്റെ പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾ പ്രതികരിക്കും. അവർ പ്രതികരിക്കും. അവര് ലോക മനുഷ്യൻ പ്രതികരിക്കുന്ന പോലെ അല്ല. തിരുവനന്തപുരത്ത് സ്തോത്രം ഒരു നിർവാസനം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്തോത്രം. ശക്തമേറിയ കൃപാവരമുള്ള ശുശ്രൂഷയുള്ള എന്നെ പോലെ എന്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനൊന്നും അല്ല ഞാൻ പറഞ്ഞേ. സ്തോത്രം. എന്റെ സ്തോത്രം ഏജിനോട് അടുപ്പിച്ച് എന്റെ എനിക്കൊന്ന് ഇളയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ശക്തമേറിയ കേരളക്കരയ്ക്കകത്തും ഇന്ത്യക്കകത്തും എല്ലാം അറിയപ്പെടുന്ന ഒരു ദിവസം. പക്ഷേ പെന്തിക്കോസ്ത് അനുഭവത്തിനകത്ത് നിന്ന് ദൈവം കൊടുത്ത ഉയർച്ചക്കകത്ത്, നന്മയ്ക്കകത്ത്, ദൈവത്തിന്റെ ശുശ്രൂഷകൾക്കകത്ത് ശക്തമേറിയ കത്തിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരൻ പെന്തിക്കോസ്ത് സഭയ്ക്കെതിരെയുള്ള എന്ന് പറഞ്ഞാൽ, പെന്തിക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കെതിരെ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നുമില്ല. പക്ഷെ പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എല്ലാവരും കാണുന്നത്. ഇന്നിപ്പോ ഞാനൊരു തെറ്റ് ചെയ്താൽ പെന്തിക്കോസ്ത് സഭക്കാരൻ അതുകൊണ്ട് ചെയ്തതെന്നേ പറയത്തുള്ളൂ. അപ്പൊ പൊതുവെ ജീവിക്കുന്ന ദൈവമക്കൾക്കും എന്തോ അങ്ങനെ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോ പലരും വിളിച്ച് പുള്ളിയെ വാണി കൊടുത്തു. അപ്പൊ പുള്ളി ആദ്യ വിമരത്തെല്ലാം എന്ത് ചെയ്തു? തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി.
പുള്ളിക്കാരെ എന്നെ മൈൻഡ് ചെയ്തൊന്നുമില്ല, തിരിച്ചു സംസാരിക്കാൻ. അപ്പോഴ് വാണി കൊടുത്തപ്പോ പലരും പറഞ്ഞു, നീ പെന്തിക്കോസ്തുകാരനാന്ന് പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും, നീ പെന്തിക്കോസ്തുകാരനല്ല എങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല. പെന്തിക്കോസ്തിന് ഒരു എന്തുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട് ദൈവമക്കളെ, ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, എല്ലാ പെന്തിക്കോസ്തുകാരെ പോലല്ല നമ്മളെ സഭ പോകുന്നത്. നമ്മളെ സഭ അങ്ങനെ കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ആരും സമ്മതിക്കത്തില്ലെന്ന്? ഞാനല്ല, കർത്താവ് സമ്മതിക്കത്തില്ല. കാര്യം അങ്ങനെ സമർപ്പിച്ചിറങ്ങിയതാ ദൈവത്തിന്റെ സന്നിധി. ദൈവം അങ്ങനെ കൊണ്ട്, ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഇന്ന് ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ സഭ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന 3 മക്കളും ദൈവ വിലക്കുള്ളവരാണ്. നാളെ വന്ന് അവര് ലോകപരമായുള്ള കാഴ്ചപ്പാട് പ്രകാരം ഈ സഭയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കും? അയ്യോ, എന്റെ മക്കളല്ലയോ കർത്താവിനെ വേല കഴിക്കുന്ന, ഒരിക്കൽ സമ്മതിക്കുന്നില്ല. കാര്യം ഇത് കൊണ്ടുപോകാൻ ഒരു കാഴ്ചപ്പാട് ആര് തന്നിട്ടുണ്ട്? നിനക്ക് ക്രിസ്റ്റിയോടായാലും കൃപയോടായാലും കെലിവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, വിട്ടുപോക്കണം. ഇതിനകത്ത് കയറാം. ഇത് വേറെ കാഴ്ചപ്പാടിൽ പോകുന്ന സമയം. ഈ കാഴ്ചപ്പാടിന് എന്ന് നീ കൈ കൊടുക്കുന്നെങ്കിൽ മാത്രമേ 3 ഇതിനകത്ത് നിൽക്കാവൂ, അല്ലെ മാറിയെന്നോണം. കാര്യം എന്തുവാ? ഇത് ആരുടെ സഭയാണ്? ദൈവത്തിന്റെ സഭയെ. ഞാൻ ഉണ്ടാക്കിയ സഭയല്ല. ഞാൻ ദൈവത്തോട് കരഞ്ഞു, രാത്രികൾ കരഞ്ഞിട്ടുണ്ട്, പകലുകൾ കരഞ്ഞിട്ടുണ്ട്, കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. കർത്താവേ, ജീവനുള്ള സഭ, ജീവനുള്ള സഭ ഞാൻ എവിടെ പോയിട്ടും അത് കാണുന്നില്ലല്ലോ കർത്താവേ. ഈ ജീവനുള്ള കർത്താവിനോട് പറയാം, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ജീവനുള്ള സഭ പണിയാനാ വിളിച്ചത്. ഇത് ആറ് സഭയാണ്? ദൈവത്തിന്റെ സഭയാണ്. നാളെ സർക്കാർ ഒന്ന് പറയുക, ഇത് പൂട്ടാൻ പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ പൂട്ടാൻ ദൈവത്തിന്റെ ദൈവം പൂട്ടും. ദൈവം പണിതാണെങ്കിൽ ഇത് പണിയും. ഇത് പൂട്ടാൻ സമ്മതിക്കൂ? ഒരുത്തം പൂട്ടാൻ എഴുന്നേറ്റ 10 പേര് ഇത് തുറക്കാൻ അനുവദിക്കും. ഞാൻ അവിടെ പോകണ്ട, കാല് പിടിക്കണ്ട. ഞാൻ ആരുടെ കാല് പിടിച്ചാൽ മതി? ക്രിസ്തുവിന്റെ കാല് പിടിച്ചാൽ മതി. ഞാൻ ലോകപരമായുള്ള നേതാവിന്റെയോ ലോകപരമായി ജീവിക്കുന്ന ജനത്തെയോ ഉയർത്താൻ പോണ്ട, കാല് പിടിക്കാൻ പോണ്ട, അവനെ വിളിച്ച് അവനെ സൽക്കരിക്കാൻ പോണ്ട. കാര്യം എന്തുവാ? എന്റെ ദൈവം തുറന്നോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പാർച്ചുകൊണ്ടിരുന്നപ്പോൾ സുധയോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇനി എന്ത് പ്രതികൂലം വന്നാലും മാറിപ്പോകല്ലേ. നമ്മൾ പൂട്ടാൻ പറഞ്ഞ പൂട്ടുക, ദൈവത്തിന് വേണ്ട പൂട്ട. ദൈവമക്കളോട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുക. ദൈവം തുറക്കേണ്ട സമയത്ത് ഒന്നിക്കും, തുറപ്പിക്കും, ഇല്ലയോ? ഈ പൂട്ടണോ വേണ്ട ആരെ തീരുമാനിക്കണ്ടേ? കർത്താവാ. അപ്പോഴും ദൈവം തന്നതിനെ നീ എന്ത് ചെയ്തല്ലേ? മായം കൂടാതെ, ആരെയും ആശ്രയിക്കാതെ, ആരെയും പൊക്കാതെ എന്ത് ചെയ്യണം? കൊണ്ടുപോക്കണം. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ആരും നടത്തിക്കൊള്ളും, ദൈവം നടത്തിക്കൊള്ളും. നമ്മൾ പേടിക്കാൻ പോകുമ്പോഴേ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ദൈവദാസൻ ഒരു 1-2 കൊല്ലമെല്ലാം പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പയറ്റി നോക്കി. പെന്തിക്കോസ്തിനകത്ത് ഇന്നുകൊണ്ട് തന്നെ ഈ തരികിട പരിപാടികൾ ചെയ്തപ്പോ സജിത്ത് കണ്ണൂർ എന്ന പുള്ളിയുടെ പേര്. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞ്, ഞാൻ പെന്തിക്കോസ് വിടുക. അവിടെ വരെ അടുത്ത കമന്റ്, പെന്തിക്കോസ് വിടുന്നെങ്കിൽ നീ ഇനി എന്ത് ചെയ്താലും നിന്നെ കമന്റ് പറയത്തില്ല. നീ എന്തോ ചെയ്തോ നിന്നെ കമന്റ് പറയും. പുള്ളിക്കാരൻ നേരെ പള്ളിയായിട്ട് ചേർന്ന് പള്ളിയുടെ രീതിയിലാണ് ഇപ്പൊ പുള്ളി പോകുന്നത്, ശുശ്രൂഷിക്കുന്നത്. ശുശ്രൂഷിക്കുന്നത്. ഇപ്പൊ പുള്ളി ആരും കമന്റ് പറയുന്നില്ല, പുള്ളിയെ വിട്ടു. കാര്യം എന്തുവാ? പുള്ളിക്കാരൻ പെന്തിക്കോസാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇത്തോട്ടെ. അതേപോലെ പെന്തിക്കോസിനകത്ത് ഒരു തെറ്റ് കാണുക എന്ത് ചെയ്യത്തില്ല, ഞാൻ വിളിച്ചു പറയും. എന്നോട് ദൈവം വെളിപ്പെടുത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അല്ലാതെ എനിക്ക് ആരോടും ഒരു വ്യക്തിബന്ധങ്ങളോ വൈരാഗ്യങ്ങളോ ദേഷ്യങ്ങളോ എനിക്കില്ല. പെന്തിക്കോസിനകത്ത്, പെന്തിക്കോസിന്റെ വചനപ്രകാരത്തിനകത്ത് തെറ്റ് കണ്ടാൽ ഞാൻ വിളിച്ചു പറയും. നാളെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പറയാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഇല്ലയോ? സ്തോത്രം. ഇന്ന് പെന്തിക്കോസ് സഭയ്ക്കകത്തെല്ലാം എന്തൊക്കെയെല്ലാം വിഷയങ്ങൾ വരുമ്പോഴെല്ലാം ചിലർ പറയും, ചിലർ എടുത്തതായി പറയുന്ന ഒരു വാക്കായിരുന്നു TPM-നെ കണ്ട് പഠിക്കുന്നു എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാതെ ഇറങ്ങി തിരിച്ച സ്തോത്രം സഹോദരിമാര് വചനത്തിനകത്ത് പറയുന്നുണ്ട്. ഷണ്ണന്മാരായവരുണ്ട്, ഷണ്ണന്മാരാക്കിയവരുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഒന്നും ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചവരുണ്ട്. അപ്പോഴും അന്ന് ഇറങ്ങി തിരിച്ച പിതാക്കന്മാർക്ക് ഭയങ്കര കാഴ്ചപ്പാടായിരുന്നു. അന്ന് ഇറങ്ങി തിരിച്ച പിതാക്കന്മാര് ഭയങ്കര കാഴ്ച. അന്ന് ഇത് സ്ഥാപിച്ച പിതാവിന് ഫാമിലി ഉണ്ട്, ഫാമിലിയോടാ പുള്ളി ഇറങ്ങി. പിന്നെ മുതലായി ഇതിനകത്ത് എന്ത് ചെയ്തില്ലേ? ഫാമിലിയോട് തന്നെ അനേകർ വന്നു. പിന്നെ അവർ ഫാമിലിയിൽ നിന്ന് മാറി അവർ ഒറ്റയ്ക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ സഹോദരന്മാരായാലും അങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പൊ ആ സഭയ്ക്കകത്ത് ഒരു വലിയ ഫൗണ്ടേഷൻ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ ഒരുപാട് കണ്ണുനീരൊഴുക്കിയ ഒരു സഭ ഫൗണ്ടേഷൻ ഉണ്ട്. ഏതിനകത്ത്? TPM സഭ എന്ന് പറഞ്ഞു.
ഇന്ന് കണ്ട സഭയല്ല. അനേകം പിതാക്കന്മാർ കണ്ണുനീരൊഴിക്കുന്നുണ്ട്. എന്റെ പിതാക്കന്മാർ വരെ അതിനകത്ത് കണ്ണുനീരും വേർപ്പൊഴുക്കിയിട്ടുണ്ട്. അതെനിക്ക് അവകാശമായിട്ട് തന്നെ പറയാൻ പറ്റും. അവരൊഴുക്കിയിട്ടുണ്ട്, അവരെ ഇറങ്ങി തിരിച്ചതാണ് ഇതിനു വേണ്ടി. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പള്ളിയുടെ സകല പള്ളി പട്ടണങ്ങളും വിട്ട് ദൈവസന്നിധിയിൽ വന്നതാണ്. TPF സഭയ്ക്കകത്ത് സ്തോത്രം ഒന്നുമില്ലാത്തപ്പം ചുമല് കൊടുത്ത് അവർ മുൻനിര നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിനകത്ത് വിലയുണ്ട്. എന്റെ അപ്പൻ നിന്നില്ലെങ്കിലും എന്റെ അപ്പന്റെ അപ്പന്മാര് നിന്നു, അതിന് വില കൊടുത്തായിരുന്നു. സ്തോത്രം. സഭ സ്ട്രോങ്ങായി, സഭ അനുഗ്രഹപ്പെട്ടു എന്ന് പറഞ്ഞ് പുതിയ ഒരാൾ വന്നിട്ട് അതിനകത്ത് TPF കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ കാര്യം സ്തോത്രം, മറ്റുള്ള ബന്ധുക്കോസിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ മറ്റുള്ള സഭയ്ക്ക് തുല്യമായി തീർന്നിരിക്കുക. പരസ്യം അവർക്ക് ഇഷ്ടമല്ല. ഇന്ന് പരസ്യത്തിന്റെ ബഹളമാണ്. കഴിഞ്ഞ ദിവസം ഒരു മൂപ്പൻ മരിച്ചുപോയി. സ്തോത്രം. മനോരമയ്ക്കകത്ത് 5 എടുത്ത ഫോട്ടോ വെണ്ടക്കേഷെഴുതി ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്തേക്കുന്നു. ഈ വെച്ചേക്കുന്നവന്മാരെല്ലാം ഭൂലോക കള്ളന്മാരാണ്. അവന്മാരുടെ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പിൽ അവർ പറഞ്ഞ് ഞങ്ങളെ വകയായിട്ട് ഈ ഫോട്ടോ ഇട്ടേക്കുന്നു. അതുപോലെ ഭൂലോക കള്ളൻ. അപ്പോൾ കള്ളന്മാരുമായിട്ട് ആർക്ക് ബന്ധമുണ്ടെന്നാണ് ഈ മൂപ്പന് ബന്ധമുണ്ട്. കല്യാണം കഴിക്ക് പിള്ളേരൊന്നും ഇല്ലാത്ത മൂപ്പന്. ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ലായിരുന്നു, എന്റെ ഇതൊന്നും അല്ലായിരുന്നു എന്റെ സ്വഭാവം. കല്യാണം കഴിച്ചുകൊണ്ട് ഒതുങ്ങിയില്ല നിൽക്കുന്നത്. അവരോട് നോക്കിയിട്ടാ ചില കാര്യങ്ങൾ ഒതുക്കി കൊണ്ടുപോകുന്നത്. ഇതൊന്നും അല്ലായിരുന്നു, ഇതൊന്നും ഈ രീതി ഇരിക്കുവോ? പ്രൈസോ. മൂപ്പന് ഒന്നും പേടിക്കേണ്ട മൂപ്പനല്ല, മൂപ്പനുണ്ട്. അത് കഴിഞ്ഞപ്പോ എനിക്ക് അതെല്ലാം 5 ഫോട്ടോകളെ തിരുമേനിമാര് മരിച്ചാൽ പോലും ഇത്രയും പരസ്യമില്ല. 3 ദിവസം മോഡി വെച്ചേക്കുന്നു. പ്രൈസോ. മോഡി സഭായം മുടക്കിയേക്കുന്നു. പ്രൈസോ. അതിനകത്ത് മോഡി വെച്ചേക്കുന്നു. ഇതൊന്നും TPയിലെ പിതാക്കന്മാര് ചെയ്യത്തില്ലായിരുന്നു. പിതാക്കന്മാരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പേര് പോലും പുറത്തറിയപ്പെടലെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത്രയ്ക്ക് കാഴ്ചപ്പാടോട് ഉണ്ടാക്കിയ സഭയാണ്. തലമുറകൾ മാറിയപ്പോഴേ പരസ്യം. അതുപോലെ തന്നെ അവരുടെ കൺവെൻഷന് പരസ്യമില്ലായിരുന്നു. ആ പരസ്യം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. മരിക്കുന്ന മുമ്പേ ഇദ്ദേഹം കൊണ്ടുവച്ച് 2-3 വർഷം കൊണ്ട് കൊണ്ടുവച്ചിരിക്കുന്ന അദമ്പനമാണ്. അങ്ങനെ ഈ കൊറോണ വന്ന് കൺവെൻഷൻ വരെ പൂട്ടിപ്പിച്ചാൽ ദൈവം പൂട്ടിപ്പിച്ചാൽ അങ്ങനെ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ഇതെല്ലാം ആയിക്കോട്ടെ, ഇതൊന്നും നമ്മളെ വിഷയമല്ല. എത്ര വലിയ രാഷ്ട്രീയക്കാരനായാലും നേതാവായാലും അവർ സ്റ്റേജ് കൊടുക്കത്തില്ല. വേറെ എല്ലാ സഭക്കാരും കൊടുക്കും, വേറെ ബന്ധുക്കോസുകാരും കൊടുക്കും, മറ്റേ പള്ളിക്കാർ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ TPF സഭയ്ക്കകത്ത് എന്ത് ചെയ്തില്ല. ഇനി ലക്ഷക്കണക്ക് പേര് വരുന്ന മീറ്റിംഗാണ്, കൺവെൻഷനാണ്. അതിനകത്ത് മന്ത്രിമാരെല്ലാം വന്ന് അടുത്തുകൂടെ പോകുന്നു, കയറാൻ കൊടുക്കത്തില്ല. സ്റ്റേജിനടുത്ത് അടുപ്പിക്കത്തില്ല. പക്ഷെ ഈ മൂപ്പം മരിച്ചപ്പോൾ സ്റ്റേജിനകത്ത് കയറി. എന്നിട്ട് അവർ പറഞ്ഞ ചില വാക്കുകൾ കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. കാര്യമൊന്നുമല്ല, ഞാൻ ജനിച്ചു പറഞ്ഞ അതിനകത്ത്. അതുകൊണ്ട് ഇതിനകത്ത് തെറ്റുകൾ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. എന്തു പറഞ്ഞേ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ മൂപ്പം വിളിച്ച് വലിയ സദ്യ തരുമായിരുന്നു. അപ്പൊ നേതാക്കന്മാരുമായിട്ട് എന്തുണ്ടായിരുന്നു? മൂപ്പൻ ആഴമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എവിടുന്ന ഈ സദ്യ കൊടുക്കുന്നത്? ദൈവമക്കള് കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്ന ദശാംശത്തിൽ നിന്ന് എടുത്തിട്ട് ഈ കണ്ടടത്തും മുന്നിടത്തും എല്ലാം കയറി നിറങ്ങുന്നവന്മാർക്ക് എന്ത് ചെയ്യുന്നേ? സത്യം കൊടുക്കും. 1-ാം സങ്കീർത്തനത്ത് പറഞ്ഞു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ ഇരിക്കാതെയും പാപിയുടെ വഴി നടക്കാതെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അതിനും പറയുന്നു. ഇവരെ ഒന്നും അടുത്തുകൊണ്ടിരുത്തല്ലേ. സ്തോത്രം. ലോകപരമായി എഴുകിച്ചേരുന്നവനെ ഇതിനകത്ത് കേട്ടല്ലേ. എന്തുവാ? നേരത്തെയുള്ള പിതാക്കന്മാർ വില കൊടുത്തതാ. അവരുടെ കണ്ണുനീരും അവരുടെ പട്ടിണിയും ഇന്ന് അപ്രതിയോടെ അല്ലെങ്കിൽ സ്തോത്രം ഹാലലേ സമ്പത്ത് ഏത് രീതിയിൽ വേണം അവർക്ക് ഹോസ്പിറ്റലിൽ പഠിക്കണോ, സ്കൂൾ പഠിക്കണോ, സമ്പത്തും വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഉണ്ടായതെങ്ങനെ? പഴയ പിതാക്കന്മാർ പട്ടിണി കിടന്നതുകൊണ്ട് ദൈവജനത്തെ അനുഗ്രഹിച്ചു, സഭയെ അനുഗ്രഹിച്ചു. ഇന്ന് ഈ സഭ അനുഗ്രഹപ്പെട്ടാലും ഞാൻ ഇപ്പോഴേ പറയുക, ഈ സഭയ്ക്കകത്ത് ചില മാറ്റങ്ങൾ വരുത്തത്തില്ല. ഈ സഭയ്ക്കകത്ത് വലിയ വലിയ ലീഡേഴ്സ് കയറി വരട്ടെ, ലീഡർമാര് കയറി വരട്ടെ, ആരോ വരട്ടെ, അവരുടെ രീതിയിൽ ഇത് പോത്തില്ല. ഇത് പോകുന്നെങ്കിൽ ഒറ്റ കാഴ്ചപ്പാടിലേ പോകും. എങ്ങനത്തെ കാഴ്ചപ്പാട്? കർത്താവ് പറഞ്ഞേ, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യും, പൂട്ടിടും. അങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇതെല്ലാം കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് നിൽക്കാം. ഇത് ദൈവം പണിതാണെങ്കിൽ, ദൈവമായി ഭൂമിയെ സൃഷ്ടിച്ചെങ്കിൽ, ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞു കാൽവരി ക്രൂശിനകത്ത് കർത്താവ് മരിച്ചപ്പോ കർത്താവ് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ മേലും സ്വർഗത്തിന്റെ താക്കോൽ എന്റെ കൈ തന്നിട്ടുണ്ട്, സകലത്തിന്മേൽ അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ഈ ഭൂമിയിൽ ദൈവസഭ പണി
പണിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിയമത്തിനോ ഒരു നേതാവിനോ ഒരു ലീഡറിനോ അതിനെ പൂട്ടുവാൻ കഴിയത്തില്ല. ഒരു രാഷ്ട്രീയത്തിനും അതിനെ പൂട്ടുവാൻ കഴിയത്തില്ല. കാര്യം അതിനെല്ലാം അപ്പുറത്തുള്ള ജീവനുള്ള യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നത്. ബിംബത്തെ അല്ല ആരാധിക്കുന്നത്, മൗനമായിട്ടിരിക്കുന്നത്, കേൾവിയില്ലാത്തതിനെ അല്ല ആരാധിക്കുന്നത്, സ്വർണം കൊണ്ടോ കോൺക്രീറ്റും കൊണ്ടോ കൈപ്പണിയാൽ പണിത ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, നസ്രനായ യേശുവിനെ ആരാധിക്കുന്നത്. ഇതിനെ പൂട്ടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇത് പൂട്ടണമെങ്കിൽ കർത്താവ് ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സ്ഥാപനങ്ങൾ കള്ള പൈസ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെ പേരാ ആമീൻ വിശുദ്ധന്റെ താഴെ എഴുതി വെച്ചേക്കുന്നത്. എന്തുവാ? ആമീൻ ഞങ്ങളുടെ പുകയാട്ടിട്ടേക്കുക. കാര്യം എന്തുവാ? ഈ വിശുദ്ധൻ ആരുമായിട്ട് ബന്ധമുണ്ട്? ഒരുപാട്ട് ബന്ധമുണ്ട്. ആരുമായിട്ട് ബന്ധമാണ്? ഞാൻ ഇത്രയും ആദംബതിച്ചു പോയല്ലോ. ഇതിനു മുമ്പേ ഈ സഭ ഉണ്ടാക്കിയത് മുതൽ ഇപ്പുറത്ത് ഈ കാലഘട്ടം വരെയുള്ള ഒറ്റ പിതാവിന്റെ ഫോട്ടോയും പത്രത്തിനകത്ത് വന്നിട്ടില്ല. അവര് പത്രത്തിനകത്ത് ഇടത്തില്ല, അവർക്ക് വേണ്ട. ആ മാക്സിമം ഇടും. എവിടാന്നറിയാമോ? നിരാര മരിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു കോളം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു കൊച്ചു ഫോട്ടോ ഇടും. അതല്ലാതെ ഒരു വലിയ ഫോട്ടോ എന്ത് ചെയ്തില്ല, ലക്ഷങ്ങൾ മുടക്കി ഇടത്തില്ല. അവർക്ക് ഇല്ലാത്തോണ്ടല്ല. കാര്യം എന്തുവാ? അവര് ജഡസുഖം വിട്ടിട്ട് വന്നവരാ, അവര് കുടുംബസുഖം വിട്ടിട്ട് വന്നവരാ, അവരുടെ സ്വത്തും പണവും എല്ലാം അവർ കൊണ്ട് സഭയ്ക്ക് കൊടുത്തവരാ, അവരുടെ വീതം വരെ സഭയ്ക്ക് കൊടുത്തിട്ട് ഇറങ്ങി തിരിച്ചവരാ. അവർക്ക് പിന്നെ പേര് വേണോ? അപ്പൊ ഇന്ന് കേട്ട വളരെ ഞാൻ ഓർത്തോണ്ടാ, ഞാൻ ഈ വിഷയം എടുക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ മാക്സിമം പിടിച്ചു വെച്ചതാ. പക്ഷെ പിടിച്ചു വെക്കാൻ സമ്മതിക്കത്തില്ല. ആരെഴുതേപ്പിക്കും? അകത്തുനിന്ന് ഒരു സാധനം എങ്ങനെ എഴുതേപ്പിക്കും? സ്തോത്രം. നീ ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇവിടെ എന്താണ് പറയട്ടെ? കാര്യം എന്തോ? നീ ജനിച്ചു വളർന്നയാണ്ടോ? ജനിച്ചു വളർന്നയാണ്ടാ ഞാൻ പറഞ്ഞത്. കാര്യം എന്തുവാ? എന്റെ പിതാക്കന്മാർ, എന്റെ വല്യപ്പന്മാർ ഇതിനകത്ത് വേർപ്പൊഴുക്കിയിട്ടുണ്ട്. അവര് വേർപ്പൊഴുക്കിയത് പേരെടുക്കാനല്ല, അവര് വേർപ്പൊഴുക്കിയത് ക്രിസ്തു എന്ന് പറയുന്ന സഭയെ പണിയാനാ. അപ്പൊ ആ സഭയ്ക്കകത്ത് ഒരു തെറ്റ് കണ്ടാൽ ഞാൻ വിളിച്ചു പറയും. ഇന്നലെ പൈസയായവന്മാരുടെ ചിന്ത പ്രകാരം കൊണ്ടുകൊണ്ട ഒരു പ്രസ്ഥാനമല്ലത്. അതിനകത്ത് കാഴ്ചപ്പാടുള്ളവരുണ്ട്, വില കൊടുത്ത ദൈവവാസന്മാരുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളി ഒരു പ്രസംഗം പ്രസംഗിച്ചു. വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചു. വെളിപ്പാട് പുസ്തകം പുള്ളി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. ഈ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു പുള്ളി മരിച്ചു. ഈ പ്രസംഗം എടുത്ത ആരാണ്ട് എന്ത് ചെയ്തു? പുള്ളി പോലും അറിയാതെ അതിനകത്ത് വീഡിയോ എടുത്ത് ആരെടുത്തിട്ട് ഒരു സഹോദരൻ എടുത്ത് യൂട്യൂബിനകത്ത് സ്തോത്രം ഇട്ടു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ തീകത്തുന്ന മെസ്സേജ്, വെളിപ്പാടല്ല. വെളിപ്പാട് മാത്രം പ്രസംഗിക്കുന്ന പുള്ളിക്കാരൻ. ഈ പ്രസംഗം കയറി എങ്കിലും കനേന് കണ്ടു. പുള്ളിക്കാരൻ അറിഞ്ഞു. പുള്ളിക്കാരൻ ഞായറാഴ്ച പറഞ്ഞു, ഈ പ്രസംഗം ഏതവരിട്ടു അവൻ ഇതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാതെ അവന് കുടുംബം ഇതിനകത്ത് കയറി പോകും. ഡിലീറ്റ് ചെയ്തിട്ടാ കേട്ടിയതാണ്. അവൻ ആ പ്രസംഗം എടുത്ത് അതുകൊണ്ട് നീ കിട്ടത്തില്ല പ്രസംഗം. അത് കിട്ടിയവർക്ക് ഭാഗ്യമാണ്, കിട്ടത്തില്ല, എടുത്ത് കളഞ്ഞു. അപ്പോഴേ ഈ അപ്പച്ചനോട് എന്ന് ചോദിച്ചു, അപ്പച്ച എന്തുകൊണ്ട് അപ്പച്ച ഇത് എടുത്ത് കളയിപ്പിച്ചത്? ആ അപ്പച്ച ആ പ്രസംഗത്തിൽ അനേകൊരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പച്ചൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പ്രസംഗിച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചത് അത് കേൾക്കുവാൻ വേണ്ടി കടന്നു വന്ന, അതിന് വില കൊടുത്തു വന്നിരുന്ന ദൈവമക്കൾക്ക് ആ സമയത്ത് ദൈവം തന്ന ദൂതനെ പ്രസംഗിച്ചത്. അല്ല നാളെ വരുന്നവന് വേണ്ടി പ്രസംഗിച്ചതല്ല. അന്ന് അവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ദൂതനെ പ്രസംഗിച്ചത്. അത് നാളത്തേക്ക് കേൾക്കാനുള്ളതല്ല. നാളത്തേക്ക് കേൾക്കാൻ എന്നിലും വേറൊരാളെ ദൈവം അയക്കും. അവര് പറയുന്നത് നീ കേട്ടാ മതി, അവര് പറയുന്നത് മാറിയാ മതി. അല്ലാതെ നാളത്തേക്കല്ല, ഞാൻ അന്ന് അതിന് വില കൊടുത്തു വന്നവർക്കുള്ളതാണ് മെസ്സേജ്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഞാനും ആദ്യമെല്ലാം ഈ ദൈവദാസനെ കുറ്റം പറഞ്ഞു. പ്രസംഗം കിടന്നതിന് എന്തോ എടുക്കുമെന്തോ. ഞാൻ പിന്നെ ചിന്തിച്ചു, ലാസറിനെ ധനവാനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ധനവാൻ വന്ന് പറയുന്നുണ്ട്, എങ്കിൽ എന്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരിലേക്ക് ഇവനെ ഒന്ന് അയക്കുമോ? അപ്പോഴേ കർത്താവ് പറഞ്ഞു, അബ്രഹാം പിതാവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവിടെ
അവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ മാനസാന്തരപ്പെടുവാൻ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണമുണ്ട്. അപ്പോൾ പറഞ്ഞു, അയ്യോ അവരതെല്ലാം വായിച്ചതാ. ഒരു കാര്യം, ജീവനുള്ളവൻ മരിച്ചിട്ട് ജീവിച്ചിട്ട് ഒരാൾ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അപ്പോൾ അവർ അങ്ങനെ വിശ്വസിക്കണ്ട, ആ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നോ വിശ്വസിച്ചാൽ മതി. ആ ന്യായപ്രമാണത്തെ അനുസരിച്ച് വിശ്വസിച്ചാൽ മതി. അല്ലാതെ നീ മരിച്ചിട്ട് ജീവനോട് ചെന്ന് ഇന്ന് നീ വിശ്വസിക്കേണ്ട. സ്തോത്രം. അപ്പോൾ നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, മാറാൻ ഒരു അവസരം തന്നിട്ടുണ്ട്. നമ്മൾ മാറിക്കോണം. മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു മാറ്റം ഉണ്ടാവാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഞാൻ ഓർക്കുക, ഇന്ന് ചിലവരെല്ലാം വലിയ പരിപാടിയോട് അവരെ കണ്ടുപിടി, ഇപ്പൊ അവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് ഉറപ്പാ, ഇനി നല്ല നല്ല കൺവെൻഷൻ നടക്കുന്ന ഇനി അധികം നാളൊന്നും പോക്കില്ല. അതിനകത്ത് എന്ത് ചെയ്യും, നേതാക്കന്മാർ ഇനി കൺവെൻഷൻ ഹോളിലും കയറും. കാര്യം എന്തുവാ, ഇവിടെ കയറി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കയറും. വലിയ കീർത്തിയോടെ ചിലവർ വീഡിയോ എല്ലാം ഇട്ടേക്കുന്നത്, ഇന്നാൾക്ക് വന്ന് പിശാചി വിളിച്ചവൻ എന്നെ കുറിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ പിശാചി വിളിച്ചവൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്തു പറഞ്ഞു, നല്ല സദ്യ ഒരുക്കി തരുമെന്ന്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പം വിളിച്ച് ആർക്ക് ഒരുക്കി തരുമെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായി, മൂപ്പനും ആരുമായിട്ട് ബന്ധമില്ലെന്ന്. പഴയ പിതാക്കന്മാരായ മൂപ്പന്മാർക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ മൂപ്പന് ആരുമായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലായി. യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ല, രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമെന്ന് മനസ്സിലായി. സ്തോത്രം. ലോകപരമായി ജീവിക്കുന്ന ജനപ്രകാരമുള്ള പണമുള്ളവനോടാണ് ബന്ധമുള്ളതെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വേർതിരിവ്. സ്തോത്രം. വലിയൊരു കാര്യമുണ്ട് ദൈവമക്കളെ. വചനത്തിനകത്ത് ഒരു വാക്യമുണ്ട്. റോമാർ അധ്യായത്തിനകത്ത് ഒരു വലിയ വാക്യം. സ്തോത്രം. വേർതിരിവ് കാണിക്കരുത്. നമ്മൾ ഓർക്കുന്നത് മദ്യം ചെയ്യുന്നത് പാപമാ, കൊലപാതകം ചെയ്യുന്നത് പാപമാ, വ്യഭിചാരം ചെയ്യുന്നത് പാപമാ, കള്ളസാക്ഷ്യം പറയുന്നത് പാപമാണ്. ഇതെല്ലാം പാപമാണ്. പക്ഷെ അതേപോലെ പാപമാണ് വേർതിരിവ്. സഭയ്ക്കകത്ത് ഒരുവന്റെ പണം കണ്ടോണ്ടോ, ഒരുവന്റെ രൂപം കണ്ടോണ്ടോ, ഒരുവന്റെ പൊസിഷൻ കണ്ടോണ്ടോ എന്ത് ചെയ്യല്ലേ, വേർതിരിയല്ലേ. എല്ലാവരും എന്ത് ചെയ്യണോ, ഒരേപോലെ കാണണം, ഒരേപോലെ കാണണം. ഈ സഭയ്ക്കകത്ത് അങ്ങനെ ഒരേപോലെ കാണുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നു? ഈ സഭയിൽ അങ്ങനെ വേർതിരിവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒപ്പണായിട്ട് പറഞ്ഞോണം. വേർതിരിവായിട്ട് തോന്നിയിട്ടുണ്ടോ? വേർതിരിവായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇന്ന ആളിനോട് മാത്രം ഇച്ചിരി സ്നേഹമുണ്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ബുദ്ധമണ്ണത്തരമായി തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഒരേപോലെ തോന്നിയിട്ടുണ്ട്. സ്വതന്ത്രം. ദശാംശം കൂടുതലെന്ന് പറഞ്ഞോ, കുറച്ചിലെന്ന് പറഞ്ഞോ, ജോലിയിൽ വലിയ ജോലിയാന്ന് പറഞ്ഞോ, അധികാരമുണ്ടെന്ന് പറഞ്ഞോ, അധികാരം പണമുണ്ടെന്ന് പറഞ്ഞോ, പണമില്ലയോ, ആ വേർതിരിവ് കാണിച്ചിട്ടേ ഇല്ല. സഭയ്ക്കകത്ത് ഞാൻ പറയുന്ന ഒറ്റ വാക്കാണ്, അത് കർത്താവ് തന്ന വാക്കാണ്, ആത്മാർത്ഥതയോട് ഉള്ളുകൊണ്ട് പറയുന്ന വാക്കാ. എന്റെ കൂടെ പുറപ്പേന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്റെ സഹോദരി സഹോദരന്മാരാ, എന്റെ വിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് എന്റെ കൂടപ്പുറപ്പുകൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു വേർതിരിപ്പുമില്ല, ഒരു വേർതിരിപ്പുമില്ല. അങ്ങനെ വേർതിരിച്ചെങ്കിൽ ഈ സഭ ഇതുവരെ വരത്തില്ല. ഈ സഭയ്ക്കകത്ത് നേരത്തെ ഇരുന്ന് പലരും ചിന്തിച്ചോണ്ടെന്ന് വേർതിരിവുണ്ടെന്ന്, ഞങ്ങളോട് സ്പെഷ്യൽ ഉണ്ടെന്ന്. പിന്നെ അവർക്ക് മനസ്സിലായി ഒന്നുമില്ലെന്ന്, അവരോട് ഒരു സ്പെഷ്യലും ഇല്ലെന്ന് മനസ്സിലായി. കാര്യം എന്തുവാ, എനിക്കിവിടെ ഒറ്റ വേർതിരിവേ ഉള്ളൂ, യേശു എന്ന വേർതിരിവേ ഉള്ളൂ. ഈ യേശു കഴിഞ്ഞാൽ അടുത്തത് സഭയ, ദൈവമക്കൾ, എന്റെ കൂടപ്പുറപ്പുകൾ. ഈ രീതിയിലാണ് ഞാൻ സ്നേഹിക്കുന്നത്. അല്ലാതെ തെറ്റ് ചെയ്ത ഒരേപോലുള്ള ദേഷ്യവും നല്ലത് ചെയ്ത ഒരേപോലുള്ള സ്നേഹവും ആരോടും എന്തില്ല, വേർതിരിവില്ല. ബൈബിൾ പറയുന്നു ഏറ്റവും വലിയൊരു പാവമാണ് എന്ത് ചെയ്യല്ലേ, സഭയ്ക്കകത്ത് എന്ത് ചെയ്യല്ലേ, വേർതിരിവുണ്ടാകല്ലേ, വേർതിരിവുണ്ടാകല്ലേ. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഞാനത് പ്രാർത്ഥിക്കും, ദൈവഹിതമാണെങ്കിൽ അത് ചെയ്യും, ഇല്ലയോ? ഓപ്പണായിട്ട് പറയണ്ടേ, അതെങ്കിലും ഓപ്പണായിട്ട് പറയും, ഓപ്പണായിട്ട് ഞാൻ പറയും. സ്തോത്രം. സഭയെ കരുതുന്ന ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഓരോ കുടുംബവും എനിക്ക് പേരായിട്ട് പറയാനുണ്ട്, ഉണ്ട്. സ്തോത്രം. ഒന്ന് 17 കുടുംബം സഭയോട് ആത്മാർത്ഥയുള്ളവരാ. മഞ്ജുസിന് എങ്ങനെ സഭയോട് ആത്മാർത്ഥയുള്ളതാ. സ്തോത്രം. അതേപോലെ തന്നെ സ്തോത്രം ഗീത ആന്റിക്ക് സഭയോട് ആത്മാർത്ഥയുണ്ട്. മഹിളാമണി ആന്റി കുടുംബത്തിന്, ചിന്നു പൊന്നു അവരുടെ കുടുംബത്തിന് സഭയോട് ആത്മാർത്ഥയുണ്ട്. മനോമനുഷ്യ സഭയോട് ആത്മാർത്ഥതയുണ്ട്. ആർക്ക് സഭയോട് എന്തില്ല,
ആത്മാർത്ഥയില്ല. ഞാൻ ഒരു സംഭവം, നമ്മളെ സഭയിലെ ഓരോ ദൈവമക്കളുടെ സംഭവം എന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. സ്തോത്രം, ഞെട്ടിക്കുന്ന സംഭവമാണ്. ഞെട്ടിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തരെയും ഓരോ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളതാണ്. എങ്കിലും സ്തോത്രം, ഓരോരുത്തരും സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തരും സഭയോടുള്ള ആത്മാർത്ഥതയെ കുറിച്ചുള്ള സാക്ഷ്യം ഓരോരുത്തരെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമല്ല, ഒരു 4-5 ആഴ്ച ഞാൻ അടുപ്പിച്ച് പ്രസംഗിച്ചാലും തീരത്തില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരെയും ആത്മാർത്ഥത, ആരെയും ചെറുതായിട്ട് വലുതായിട്ട് പറയുമല്ല. സ്തോത്രം, ഒരു ദിവസം കഴിഞ്ഞ ഈ വർഷമാണ് എന്നെ ഞെട്ടിച്ച് ഞാൻ അല്പം നേരം ഒന്ന് കരഞ്ഞു പോയ ഒരു സംഭവം. ഇന്ന് ഞാനൊന്ന് ഓപ്പൺ ആക്കാൻ തുടങ്ങും. ഞാൻ പലപ്പോഴും ഓപ്പൺ ആക്കല്ല, ഇന്ന് ഞാൻ ഓപ്പൺ ആക്കുക. സ്തോത്രം, നമ്മളെ ഇവിടെയുള്ള ഒരു സഹോദരൻ ഈ വർഷം ആരംഭിച്ചപ്പോ ആരംഭമില്ലാതെ കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജോലിക്ക് പോകും. ആ ജോലി ചെയ്യാൻ പോകേണ്ട കാര്യം ആ സഹോദരിക്ക് ആ സമയത്തില്ല. ജോലി ചെയ്യാൻ പോയപ്പോ അവിടുത്തെ ചില കഷ്ടപ്പാടുകൾ, മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കഷ്ടപ്പാട്, ആഹാരമായാലും അവിടുത്തെ ചില ഇടപെടിയിലായാലും ഇതൊന്നും പ്രശ്നമാക്കാതെ ജോലിക്ക്. ഞാനും വിളിച്ചു പറഞ്ഞു, തങ്കമനുഷ്യ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത്? ഈ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, മക്കളുമില്ല, അല്ല ഇതിങ്ങനെ പഠിപ്പിക്കാൻ, അല്ല ഇതിനു വേണ്ടി മകളമണി എന്റെ അവിടെ കഴിയുന്നത്, അല്ലെ സഹോദരങ്ങളെല്ലാം ഭയങ്കര സ്നേഹമാണ്. സ്തോത്രം, അത്യാവശ്യം കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ട്. പൈസ എന്തിനാ ഈ ജോലിക്ക് പോകണ്ടേ? വീട്ടിൽ ഇരുന്നാ പോരെ. എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്കുണ്ട്. ഞാൻ അതെന്തോ കാര്യമാണ്, ആരോട് ചോദിച്ചാൽ അറിയാം ഈ കാര്യം. പിന്നെ ഞാൻ ചോദിച്ചു, ആരോടും ചോദിക്കുന്നില്ല. എന്തായാലും ഞാൻ പറയാം, പക്ഷേ ഞാൻ ഇപ്പൊ അത് പറയത്തില്ല. എനിക്കൊരു കാര്യം ഞാൻ പറയാം, എന്തായാലും പറയാന്ന് പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര കണ്ണുനീരായി, വിഷമമായി. ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ഏത് ജോലിയെ മാന്യമായിട്ട് കാണുന്നവനല്ല, എന്ത് ജോലിയെ മാന്യമായിട്ട് കാണുന്നവനല്ല. സ്തോത്രം, ഒരാൾ ആരോഗ്യമായിട്ടിരിക്കുന്ന എന്ത് ജോലി ചെയ്താലും അത് മാന്യതയാണ്. അപ്പോഴേ അവിടെ പോകുന്നു. ഞാൻ തങ്കമനുഷ്യ അങ്ങനെ ഇതൊന്നും പോലെ ഗൾഫിലോ വല്ലതും. സ്തോത്രം, എത്രയോ പേരുണ്ട്, ഒരു ജോലിയില്ല, അവർക്കൊന്ന് ടെക്സ്റ്റ് പിള്ളേർ വരുമ്പോഴൊന്ന് വീട്ടിൽ കണ്ടാൽ മതി. അങ്ങനെയല്ല ഇരിക്കുന്നത്. ഞാൻ ഗൾഫിൽ പോയി കണ്ടിട്ടുണ്ട്. സ്തോത്രം, അന്ന് അവരെ ആ വീട്ടിൽ അംഗത്തെ കാട്ടി ഉപരി ഇതാണ് കൊടുക്കുന്നത്. അതുപോലെ എല്ലാ വർഷം അങ്ങനെ വല്ലോ. ഞാൻ ഓർത്ത് ദൈവം പറഞ്ഞു, ഒരിക്കലും ചെയ്യല്ലേ, നിന്റെ സഹോദരി ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഓർത്ത് അതിലേ പ്രസ്താവിച്ചൂടും നല്ലത് ഈ സ്തോത്രം കഴിക്കാൻ പറ്റാത്ത ഫുഡ് അവരെ അടിച്ചേൽപ്പിച്ച് കഴിപ്പിക്കുക. സ്തോത്രം, ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മൊത്തം ജോലിയാണ്. പൈസ ഞാൻ അപ്പോഴും കർത്താവെ അങ്ങനൊന്നും ചെയ്യല്ലേ. ഞാൻ അപ്പോഴും തന്നെ ഒരു കടയില് ആ സ്തോത്രം കുണ്ടറെ തന്നെ ഏതെങ്കിലും കടയിൽ വിളിച്ചു പറയും, കർത്താവ് അതൊന്നും ചെയ്യണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു കർത്താവെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്, ഒരു കാര്യം പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ, അത് പറയുമ്പോൾ ഇതിനൊക്കെ മനസ്സിലാവും. സ്തോത്രം, ജോലി ചെയ്ത് എന്റെ അടുത്ത് ലാസ്റ്റ് എനിക്ക് ഭയങ്കര വേദന തോന്നി. പിന്നെ ഒരു ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു പറഞ്ഞിട്ട്, ഈ മാസം ഞാൻ ഇറങ്ങും. അപ്പൊ എനിക്ക് ആശ്വാസമായി. ഒരു മാസം ഓക്കെ, ശമ്പളം മേടിക്കട്ടെ, ജോലി ചെയ്തേക്ക് പകുതിയാകുമ്പോൾ ഈ ശമ്പളം കിട്ടാതെ വേണ്ട. സ്തോത്രം, ശമ്പളം കിട്ടിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. സ്തോത്രം, ആ ശമ്പളം സ്വന്തമായിട്ട് എടുത്തോന്ന് എനിക്കറിയില്ല. അതിന്റെ എല്ലാ തുകയും ഒരു കവറിലിട്ടിട്ട് എന്നെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് ഇവിടെ തരാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് വേണ്ടി. ഈ വർഷം എനിക്ക് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും എല്ലാം ചെയ്യാം, അതിനു വേണ്ടിയാണ് ഞാൻ പോയത്. സ്തോത്രം, അതുപോലെ ക്രിസ്ത്യയുടെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ സത്യം പറയുന്നത് ഞെട്ടിപ്പോയി. ഞാൻ ദൈവത്തോട് കുറച്ചു നേരം വിടുന്ന അന്നത്തെ സൺഡേ വിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ കുടുംബത്തോട് ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞ കൂടപ്പുറപ്പ് എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്റെ കൂടപ്പുറപ്പ് ഇത് ചെയ്യുമോ? ഇതാണ് ദൈവം തന്ന കൂടപ്പുറപ്പുകൾ. ഞാൻ ഈ പേര് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഓരോരുത്തരുടെ പേരെ ഞാൻ പറഞ്ഞേ. നിങ്ങൾ ഓരോരുത്തരും ചില സമയത്ത് എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, കുടുംബത്തെ കുറിച്ച്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ ഫസ്റ്റ് മറ്റേ കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോഴേ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം എന്തുവാ? നിങ്ങൾ ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കർത്താവേ, എന്റെ സ്വന്തം കൂടപ്പിറപ്പ് എനിക്ക് ഇത് വേണ്ടി ചെയ്യത്തില്ല.
സ്വന്തം കൂടപ്പറപ്പ് ചോദിച്ചാൽ വാളെടുക്കുന്ന കൂടപ്പറപ്പാണ്. ആ കാലത്ത് അമികാലയിലെ സ്തോത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുകൊടുക്കാത്ത കൂടപ്പറപ്പുള്ള ഈ കാലത്ത് ഇത്രമാത്രം സ്നേഹിക്കുന്ന കൂടപ്പറപ്പിനെ ആര് തന്നതാ? ദൈവം തന്നതാ. നന്ദി പറഞ്ഞാൽ തീരുവോ? നന്ദി പറഞ്ഞാൽ തീരുവോ ദൈവമക്കളെ? ഓരോ കൂടപ്പറപ്പിനോട് നന്ദി പറഞ്ഞാൽ തീരുമോ? സ്തോത്രം. എന്നെ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോരുത്തരും എന്റെ കൂടപ്പുറപ്പുകളും. സ്തോത്രം. നിങ്ങളെ ഭവനത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തവരുടെ കൂടപ്പുറപ്പാണ് ഞാൻ കാണുന്നത്. അവരെ ഞാൻ അന്യരായിട്ടൊന്നും അല്ല കണ്ടേക്കുന്നത്. അവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ കൂടപ്പുറപ്പിന്റെ സ്നേഹത്തിൽ വരുമെന്ന് എനിക്കറിയാം. കാര്യം ക്രിസ്തു തന്ന സ്നേഹം. സ്തോത്രം. സ്തോത്രം. അതിന് വില കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ ഞാൻ സ്തോത്രം ശമ്പളം കിട്ടുമ്പോൾ അയ്യോ ഇത് എനിക്ക് സഭയ്ക്ക് ചെയ്തിട്ടേ ബാക്കി എടുക്കത്തുള്ളൂ. അത് കൂടപ്പുറപ്പിന് സഭയോടുള്ള കൂറ, ദൈവത്തോടുള്ള കൂറ, എന്നോടും എന്റെ കുടുംബത്തോടുള്ള കൂറ. ആ ചെയ്യുന്നത് മറക്കാൻ പറ്റുമോ? സ്തോത്രം. അല്ല ഇത്ര ഇരിക്കട്ടെ, അതല്ല ആത്മാർത്ഥത മനസ്സ്. അത് തുകയുടെ വലിപ്പമല്ല, ചെയ്യാനുള്ള മനസ്സ്. ആ മനസ്സുള്ളവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് ആ വിധവയെ കർത്താവ് എടുത്തു പറഞ്ഞത് എന്തുവാ? വിധവയെ എടുത്തു പറഞ്ഞെന്തുവാ? ദേവാലയത്തിലേക്ക് അവൾ വന്നു. അവൾക്ക് കയ്യിലുള്ളത് നാളത്തെ പോലും നോക്കാതെ ദേവാലയത്തിനകത്തിട്ടു. ദേവാലയത്തിൽ വന്നപ്പോൾ അവൾ നോക്കിയപ്പോൾ സ്തോത്രം നാളത്തെ ഒന്നും അല്ല കണക്കൂട്ടുന്നത്, അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവസ്ഥാനത്തെയും അനുഭവിക്കും. കർത്താവ് പറഞ്ഞു ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ഇട്ടതാവണം. ആ 2 വെള്ളി നാണയത്തിനാ പ്രാധാന്യം. ഇട്ടത് അതിന് വലിയ വലിയ വെള്ളി നാണയങ്ങൾ ഇട്ടു, സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു. അതിനൊന്നും അല്ല പ്രാധാന്യം. പ്രാധാന്യം ഈ ആത്മാർത്ഥതയോട് ഇട്ട നാളത്തേക്ക് കരുതാതിട്ട ഇവളെയാണ് പ്രാധാന്യം. ദൈവം അവളെ അനുഗ്രഹിച്ചു. മനുഷ്യനാണോ അനുഗ്രഹിക്കുന്നത്? മനുഷ്യനാണോ അനുഗ്രഹിക്കുന്നത്? സ്തോത്രം. അതേക്ക് പോലെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇങ്ങനെ സഭകൾ അതമ്പതിച്ചു പോവാ. ഈ പണ്ടെല്ലാം ഒന്ന് എടുത്തു പറയാം, അങ്ങനെ ചെയ്ത് ഇന്നിപ്പോ അതിന്റെ കഷ്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുക. ലോകപരമായി ജീവിക്കുന്നവനെ വിളിച്ച് സദ്യ കൊടുക്കുക, സൽക്കാരം കൊടുക്കുക. ആരുടെയാ? ദൈവമക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലെടുത്താ കൊടുക്കുന്നത്. സ്വന്തം ഭവനത്തിലേ അല്ല കൊടുക്കുന്നത്. കൊടുത്തു. പക്ഷെ ആർക്കാ കൊടുക്കേണ്ടത്? അത് ഒരു പാവപ്പെട്ടവൻ അവിടെ ചെന്നാൽ കൊടുക്കത്തില്ല. പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇരുത്തുന്നത്. പാവപ്പെട്ടവനെ കരിപ്പെട്ട കാപ്പിയാണെങ്കിൽ സ്തോത്രം, മറ്റവനെ ബൂസ്റ്റ് ഇട്ട് പാലാ കൊടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, വേർതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മുപ്പന്മാര് സഹകരിക്കാൻ ഈ വേർതിരിവുണ്ട്. മുപ്പിന്റെ റൂമിനകത്തിരിക്കാൻ കാശുള്ളവനെ, ഇല്ലാത്തവനെ പുറത്ത് വരാതിരിക്കുക. സംസാരിക്കാൻ മുപ്പൻ പുറത്തു വരും. ഈ വേർതിരിവില്ലാത്ത അനേകം മുപ്പന്മാരോടുണ്ടായിരുന്നു, പിതാക്കന്മാരോടുണ്ടായിരുന്നു, കണ്ണുനീരൊഴുക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. വേർതിരിവില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ചക്ക കിട്ടിയാലും മതി, ഒരു കൊത്തനായ ചക്ക കിട്ടിയാലും മതി, അത് കഴിച്ച് വിശപ്പടക്കിയിട്ട് യേശുവിനെ ഉയർത്തുന്ന അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുനീര ഇന്ന് സമൃദ്ധിയോട് അനുഗ്രഹിച്ച്. അപ്പോഴേ ആരെ മറന്നുപോയി? അവര് ദൈവത്തോട്, പിതാക്കന്മാര് ദൈവത്തോട് എടുത്ത് കുറെ എഗ്രിമെന്റ് ഉണ്ട്. അതെല്ലാം ആര് മറന്നുപോയി? പുതിയതായിട്ട് വന്ന മൂപ്പന്മാരൻ മറന്നുപോയി. എന്നിട്ട് ലോകമായിട്ട് എഴുതിച്ചേർക്കോ. ഇവരുടെ ധാരണ ഈ ലോകം അവരെ കൊണ്ടുപോകുന്നത്. ഞാൻ അത് കണ്ടപ്പം 3 ദിവസം ഒരു ഡെഡ് ബോഡി വെച്ച് കർത്താവിന്റെ വചനം പറയുന്നു, പുതിയ നിയമത്തിനകത്ത് മരിച്ചവനെ അടക്കട്ടെ. സ്തോത്രം. ആ രീതിയിലായിരുന്നു ആ സഭയ്ക്കകത്ത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അതെല്ലാം മാറി. എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ലോകപരമായി ചിന്തിക്കാൻ തുടങ്ങി. സ്തോത്രം. പൗലോസ് എന്ന് പറയുക, പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ ഇത് പ്രാപിച്ചതും ഞാൻ കുറച്ച് പഠിച്ചതും ഇന്ന് പ്രസംഗിക്കുന്ന ചിലർ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ കുറെ ചിന്തകളിൽ നിന്നെല്ലാം വന്നിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നത്. പൗലോസ് പറയുക, ഇതെന്റെ ജ്ഞാനമോ എന്റെ കഴിവോ ഒന്നുമല്ല, ഇത് ദൈവം തന്ന ജ്ഞാനമാണ്, ദൈവം തന്ന അറിവാണ്. ഒന്നുകൂടെ വായിക്കാം, ശക്തമായിട്ട് വായിക്കാം. മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഞാൻ ബലഹീനമുണ്ടായിരുന്നു, എനിക്ക് നടുക്കമുണ്ടായിരുന്നു, എനിക്ക് ഭയമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ
ഞാൻ വന്നത് ആരെ അറിയിക്കാനാ? യേശു ക്രിസ്തുവിനെ അറിയിക്കാൻ. ഇന്ന് ഞാൻ ഒരു ദൈവമക്കളെ ഒരു കാര്യത്തോട് ഞാൻ പറയും. നിങ്ങൾ ദേശത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തോടെ വെച്ച് പ്രാർത്ഥിക്കണം. എനിക്കും എന്റെ കുടുംബത്തിനും ദൈവം തരുന്ന വിടുതൽ അനുഗ്രഹങ്ങൾ കണ്ട് ഞാൻ പോലെ പറയാതെ എന്നെ ഫോളോ ചെയ്ത് വരണം. നിങ്ങൾ എവിടെ പോകുന്നത്? എവിടെ ആരാധിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തു ഇത്രയും അനുഗ്രഹം? നിങ്ങൾക്ക് എന്തു ഇത്രയും വിടുതല്? നിങ്ങൾ മാത്രം എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത്? നിങ്ങൾ മാത്രം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രം ഉണ്ട് ഇത്രയും സന്തോഷം? നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രം ഇത്രയും അനുഗ്രഹം കൊണ്ടുപോവാ? ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് സന്തോഷമില്ല, അനുഗ്രഹമില്ല എന്ന് ചോദിക്കണം നിങ്ങളുടെ ദേശത്ത് നിന്ന് ചിലർ. അപ്പോഴാ നമുക്ക് ദൈവത്തെ ഇരട്ടിയായിട്ട് സ്തുതിക്കാൻ പറ്റുന്ന കാര്യം എന്തുവാ? അതാണ് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സാക്ഷ്യം ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അവരും ഒന്ന് പറയണം, നിങ്ങൾ എവിടെ പോകുന്നത്? ഞങ്ങൾക്ക് കൂടെ ഒന്ന് വരണം. ആളുടെ പെരുപ്പം കണ്ട് വരുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്, ഹൃദയപ്രകാരം മാറുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ വന്ന് ദൈവവചനം കേട്ട് ദൈവവചനം മനസ്സിലാക്കിയിട്ട് ഈ ദൈവവചനത്തിനും ഈ സഭയ്ക്കും അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കീഴ്പ്പെടുത്താതെ പോയ ഒരു വ്യക്തി പോലും എവിടെ ചെന്നാലും നന്നാവത്തില്ല. അത് ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം. ഉറപ്പായിട്ട് വിളിച്ചു പറയാം. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പറയുന്നത്. കാര്യം എന്തുവാ? ഇതിനെ കീഴ്പ്പെടാത്തവൻ, ഇതിനെ അനുസരിക്കാത്തവൻ, ഇത് കേട്ടിട്ട് മനസ്സിലാക്കാതെ പോയവൻ, സ്വന്തം പേര് ഉയർത്താൻ വേണ്ടി പോയവൻ എവിടെ പോയാലും എന്ത് ചെയ്യത്തില്ല? രക്ഷപ്പെടത്തില്ല. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞ്, അവൻ ഏറ്റുപറഞ്ഞ് ഇവിടെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ എവിടെ, ഏത് സ്ഥലത്താ അവൻ ദൈവമായിട്ട് നിലപ്പുറവായിക്കുന്നെങ്കിൽ അവനും അവന്റെ തലമുറ അനുഗ്രഹപ്പെടും. ഇല്ല എങ്കിൽ അവൻ അനുഗ്രഹപ്പെടത്തില്ല. കാര്യം എന്തുവാ? ഇവിടെ തെറ്റായി പഠിപ്പിച്ചിട്ടല്ല പോയത്. ആണോ? തെറ്റായി വചനത്തിനകത്ത് നീ ഇന്ന ചടങ്ങിന് പോകാൻ പറ്റത്തില്ല, ഇന്ന കൂട്ടുകെട്ടിനും ബന്ധത്തിനും പോകാൻ പറ്റത്തില്ല, നീ യേശുക്രിസ്തുവിന്റെ പൈതല, നീ മാറി നിൽക്കണം എന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നീ അവനെ ചേർന്ന് ഇവനെ ചേർന്ന് കുഴപ്പമില്ല, എല്ലാ സ്നേഹത്തിൽ കൂടെ നീ പൊക്കോ, യേശുക്രിസ്തുവിനെ അതിനകത്ത് വിളിച്ചാൽ മതി എന്നല്ല പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിനെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മാറിയേ പറ്റൂ. പഴയ മനുഷ്യനല്ല നിന്നെ ഭരിക്കുന്നത്, നിന്റെ മേൽ ഭരിക്കുന്നത് യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ളിടത്തേ നീ പോവാവൂ, ഇഷ്ടമുള്ളിടത്തെ ഇരിക്കാവൂ, ഇഷ്ടമുള്ളിടത്ത് വാങ്ങാവൂ, ഇഷ്ടമുള്ളിടത്തെ കൊടുക്കാവൂ. ഇതാ പഠിപ്പിച്ചത്. അത് ബൈബിളാ പഠിപ്പിച്ചത്. ബൈബിളാ പഠിപ്പിച്ചത്. ഈ ബൈബിളാ പഠിപ്പിച്ചത്. ഈ ബൈബിൾ പഠിപ്പിച്ചതാ പ്രസംഗിച്ചത്. അല്ലാതെ നീ അമികാല നിന്റെ സ്വന്തക്കാരെ ബന്ധുക്കളെ എല്ലാത്തിനും പൊക്കോ, സ്നേഹം നിലനിർത്തിയാൽ മതി എന്നല്ല പഠിപ്പിച്ചത്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഒരു ജീവിതം ദൈവ പൈതൽ നിനക്ക് ഉണ്ടാവല്ലേ. അതുകൊണ്ട് ധനവാനോട് പറഞ്ഞത് എന്തുവാ? ഞങ്ങൾക്ക് നിനക്ക് ഒരു പിളർപ്പുണ്ട്. എന്തുവാ? ദൈവസന്നിധിയിൽ ജീവിക്കണം. ഒരു ന്യായ പ്രമാണമുണ്ട്. ആ പ്രമാണം ജീവിച്ചവനായി സ്വന്തരായി തിരിക്കുന്നത്, അല്ലാത്തവൻ എവിടെ ഇരിക്കുന്നത്? നരകത്തിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് പിളർപ്പുണ്ടായത്. അപ്പൊ ലോകത്ത് ജീവിക്കുമ്പോൾ നിനക്കൊരു പിളർപ്പുണ്ട്. നീ പോണ്ടത് ചെയ്യാവൂ, ചെയ്യാത്തതൊന്നും ചെയ്യല്ലേ. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചേ ചെയ്യാം. ഇത് പഠിപ്പിച്ചിട്ട് ഇതിന് കീഴ്പ്പെടാതെ, അല്ലെങ്കിൽ എന്റെ പേര് പുറത്തു വരണം, എന്റെ പേര് നിൽക്കണം, എന്റെ പേര് ഇവിടെ കാണണം, ഞങ്ങളായത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നീ എവിടെ ചെന്നാലും ഇനിയും നിന്റെ തലമുറ എന്ത് ചെയ്യത്തില്ല? നന്നാവത്തില്ല. ഇവിടെ ഒന്നും വിട്ടുകൊണ്ടല്ല, യേശുക്രിസ്തുവിന് യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തോണ്ടാ പറയുന്നത്. ഇന്ന് പെന്തിക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ അവിയൽപരമായ ഒരുപാട് പെന്തിക്കോസ്ത് സഭയുണ്ട്. നമ്മളെ സഭയ്ക്കകത്ത് ഇല്ലാത്ത ഒരു വലിയൊരു കാര്യമുണ്ട്. ഇനി ആള് കൂടുന്നതനുസരിച്ച് നമ്മളത് കൂട്ടിക്കൊണ്ട് വരത്തേ ഉള്ളൂ. എന്തുവാ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോക്കർ പണി. അതിനകത്ത് നിങ്ങളെ സാധനം എല്ലാം വെച്ചോണം. ബൈബിള് മാത്രമേ നിങ്ങളെ കാണാവൂ. ഒരു കുപ്പി വെള്ളം കണ്ടു, സ്തോത്രം. അല്ലാതെ മൊബൈല്, ബാഗ് എല്ലാം ഇവിടെ വെച്ചോണം. ലോക്കറിനകത്ത് വെച്ചോണം. ലോക്കറിനകത്ത് വെച്ചോണം. എന്ത് ചെയ്യണ്ട? ഇവിടോട്ട് കൊണ്ടുവരില്ല, ഹോളി കൊണ്ടുവരും. ഇത് ദൈവം ഇറങ്ങുന്ന ആലയമാണ്. ഇന്ന് ഇരുന്നങ്ങ് നോണ്ടല. എന്തുവാ? മീറ്റിംഗ് തീരുന്ന മുമ്പേ നോണ്ടല, നോണ്ടിക്കൊണ്ടിരിക്കുക. എന്തുവാ? മീറ്റിംഗ് തീരുന്ന മുമ്പേ സ്തോത്രം, അടുത്ത വിഷയം ഞോണ്ടി. ഇന്ന സഹോദര ഹോസ്പിറ്റല. പാസ്റ്ററിനോട് പറയാം, പക്ഷേ ഇന്ന സഹോദര ഹോസ്പിറ്റല. നീ ഞോണ്ടിക്കൊണ്ടിരുന്നപ്പോ എന്ത് കണ്ടേ? യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നിടത്ത് നീ ഞോണ്ടിക്കൊണ്ടെങ്കിൽ കണ്ടേ? ചോദിക്കണം പാസ്റ്റർമാര്. ഈ ഞോണ്ട് ഒറ്റവർത്തനം ഇതിനകത്ത് കാരണമല്ല എന്ന് പറയണം. പറയാൻ പറ്റുമോ പാസ്റ്റർമാർക്ക്? ബദൽ വർഷിപ്പ് സെന്ററിനകത്ത് പാസ്റ്റർ കുര്യൻ ജോൺസൺ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. പറയുമോ ദൈവസഭയ്ക്കകത്ത്? പറഞ്ഞ 3ാമത്തെ വർഷത്തിന് മുമ്പേ ട്രാൻസ്ഫർ ആവണം. എങ്ങനെയാ ഒന്ന് സെറ്റായി വന്നത്? അപ്പോഴും ട്രാൻസ്ഫർ പോവും. ട്രാൻസ്ഫർ വന്ന വരട്ട, സഭ തള്ളിക്കളയാൻ കളയട്ട. സഭയല്ല തെരഞ്ഞെടുത്തത്, യേശുവാ തെരഞ്ഞെടുത്തത്. അല്ലയോ?
അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലയോ നമ്മളെ സഭയ്ക്കകത്ത് വലിയൊരു ശൂന്യത ഇടയ്ക്ക് വന്നത്? ആണോ? പറയുന്നോണ്ടല്ലയോ? യേശു ക്രിസ്തു പറയാനാ വിളിച്ചത്. പൗലോസ് പറയുക, എന്റെ ബുദ്ധിയാണെങ്കിൽ സോപ്പ, എന്റെ ജ്ഞാനമാണെങ്കിൽ സോപ്പ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സോപ്പല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്തുവാ? സോപ്പിടുന്ന പരിപാടിയല്ല. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ എനിക്ക് കുത്തുകൊള്ളും, എന്റെ പാപത്തെ എനിക്ക് ഓർമ്മ വരും, ആ പാപത്തിൽ ഞാൻ പുറത്തു വരും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കും. നമ്മൾ കീഴ്പ്പെടുന്നതിനും നമ്മൾ മൗനമായിട്ടിരിക്കുന്നതിനും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനും എല്ലാം ഒരു മറുപടി കൊണ്ട് ദൈവമക്കളെ. സ്തോത്രം. മറുപടി ഇല്ലാതില്ല. ഈ ദിവസങ്ങൾ മുതലുള്ള മീറ്റിംഗ്, ഈ ദിവസം മുതൽ നടക്കുന്ന സൺഡേ സർവീസിനകത്തല്ല ദൈവം അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ആരാധന അനുഭവിക്കാൻ പറ്റുന്നത്, ആരാധനയിൽ നിങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നത് കാര്യമുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ആള് മാറ്റാൻ പോവുക, ആള് മാറ്റാൻ പോവുക, ഓരോ കുടുംബത്തിന്റെ ആള് മാറ്റാൻ പോവുക, ഓരോ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറ്റാൻ പോവുക, ഓരോ കുടുംബത്തിന്റെ വെല്ലുവിളികൾ മാറ്റാൻ പോവുക. അവരിതെല്ലാം പ്രതികൂലം വന്നിട്ടും പ്രയാസം വന്നിട്ടും എന്നെ മുറുകി പിടിക്കുന്നല്ലോ, എന്റെ വചനത്തെ മുറുകി പിടിക്കുന്നല്ലോ, എന്റെ സഭയെ മുറുകി പിടിക്കുന്നല്ലോ, എന്റെ സഭയെ ഫോളോ ചെയ്യുന്നല്ലോ, എങ്കിൽ അവരെ ആള് മാറ്റുന്നത് പോലെ അവരുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ജോലിയാ നിനക്ക് പ്രതികൂലമെങ്കിൽ ജോലി നിനക്ക് ഒരുക്കാൻ പോവുക. അത് സമ്പത്താ നിനക്ക് പ്രതികൂലമെങ്കിൽ പ്രതികൂലം മാറ്റി സമ്പത്ത് ഒരുക്കാൻ പോവുക. നിനക്ക് രോഗമാ പ്രതികൂലമെങ്കിൽ രോഗം മാറ്റി ആരോഗ്യമുള്ള ശരീരം നിനക്ക് തരാൻ പോവുക. സമാധാനക്കേടും കുടുംബത്തിനകത്തിന്റെ ചോദ്യചിഹ്നമാണെങ്കിൽ ഇന്ന് പകരം ചോദ്യചിഹ്നം മാറ്റി സമാധാനക്കേട് മാറ്റി സമാധാനം തരാൻ പോവുക. ഇന്ന് പകരം നീ കയറി വന്നപ്പോൾ ചില ചോദ്യചിഹ്നമായിട്ടാ വന്നത്. ദൈവത്തോട് ചോദിക്കാൻ വന്നതാ. ഇന്നത്തെ ആരാധന ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചോദ്യങ്ങളെ മാറ്റി ആള് മാറുന്നത് പോലെ തിരിച്ചു ദൈവം നിന്നെ പുറത്തയക്കാൻ പോവുക. Hallelujah. 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 ഈ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴാ നമ്മൾ പാപത്തിലേക്ക് പോകുന്നത്. അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴാ നമ്മൾ പ്രാർത്ഥന പറയുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ആര് വരത്തില്ല? ഒരു പിശാച് വരത്തില്ല, ഒരു പിശാചിന് കയറാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് കുറയുമ്പോൾ പ്രാർത്ഥന കുറയും, ആത്മീയത കുറയും. അവിടെ ആര് വരും? പിശാച് വരും, പിശാചിന്റെ ചിന്തകൾ വരും, അവിടെ പ്ലാനും പദ്ധതി വരും. ജയിക്കാൻ പറ്റുമോ? നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാര്യം എന്തുവാ? ആദ്യം നമ്മൾ മാറ്റേണ്ടത് എന്തുവാ? ഈ അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് മാറ്റണം. മാറ്റിയിട്ട് നമ്മൾ ബലപ്പെടണം. അഡ്ജസ്റ്റ്മെന്റ് മാറ്റിയാൽ പ്രാർത്ഥിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാപിക്കാൻ പറ്റും. കർത്താവ് പറയുക, മടുത്തു പോകാതെ മുട്ടുന്നവനെ ഞാൻ തുറക്കും. ആ വാക്യം പറഞ്ഞേക്കുന്നേ, വാക്യത്തിന് കൊടുത്തേക്കട്ടെ. മടുത്തു പോകാതെ മുട്ടുന്നവനെ എന്ത് ചെയ്യും? ഞാൻ തുറക്കും. സ്തോത്രം. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി, ചില വർഷങ്ങളായി നിനക്ക് മറുപടിയില്ല. ചിലർക്ക് നിനക്ക് ചോദ്യചിഹ്നമായി നിൽക്കുക. അപ്പോഴും നീ ചിന്തിക്ക്, ഇതുവരെ നിന്നെ വഴി നടത്തുന്ന ദൈവമാണോ? ഇതുവരെ നിന്നെ പോറ്റുന്ന ദൈവമാണോ? എന്തെങ്കിലും കാര്യത്തിന് നിനക്ക് കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒന്നല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ മറ്റു വഴി തുറന്നു നിന്ന് നിന്നെ വഴി നടത്തുന്നെങ്കിൽ നിനക്കത് തരുവാനും ഞാൻ ശക്തനാ. വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു ഓപ്പൺ ചെയ്യുവാൻ എനിക്കൊരു നിമിഷം മതി. നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു ഓപ്പൺ ചെയ്യുവാൻ ഒരു നിമിഷം മതി. നിന്റെ വിഷയങ്ങൾക്ക് എല്ലാവരും മറുപടി തരുവാൻ ഒരു നിമിഷം മതി. നിനക്ക് മൂടുപടമായിട്ട് കിടക്കുന്ന ചില മൂടുപടത്തെ യേശുവിന്റെ നാമത്തിൽ പറയുക. സ്വർഗത്തിലെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പറയുക. ഇന്ന് പകരം മൂടുപടം എടുത്ത് മാറ്റി അതിനെ ജയിക്ക്. ഇത് ദൈവത്തിന് ചിലത് പ്രാപിക്കട്ടെ. Hallelujah. സ്തോത്രം, സ്തോത്രം. വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല എന്ന് പറഞ്ഞിട്ടുവാ. ജ്ഞാനം ദൈവമായിട്ടുള്ള വിശ്വാസത്തിന് മനുഷ്യന്റെ ബുദ്ധിയോ ജ്ഞാനമോ അവരുമായിട്ടുള്ള ബന്ധവും അല്ലെന്ന്. ആരെയാ? ദൈവത്തിൽ നിന്ന് നൽകുന്ന ദൈവശക്തിക്ക് പ്രാധാന്യം. അതെന്തുവാ? എന്റെ വിശ്വാസം ക്രിസ്തുവിനോടാണെങ്കിൽ
ദൈവത്തിന്റെ ശക്തി ഞാൻ എന്ത് ചെയ്യും? ആരെയും പ്രാപിക്കും. ഇത് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളെ ബന്ധങ്ങൾ മൊത്തം കിടക്കുന്ന എവിടാ? ആശ്രയിച്ചേക്കുന്ന മൊത്തം എവിടാ? മനുഷ്യനെ. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം മാറ്റപ്പെട്ടു പോയ മൂപ്പൻ വഴി എത്ര ചെറുപ്പക്കാർ ആത്മീയത്തിൽ നിന്ന് പുറത്തു പോയെന്നറിയാമോ? ആത്മീയത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. സ്തോത്രം. ആത്മീയത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. കാര്യം ഇദ്ദേഹത്തിന്റെ ചില മുൻവിധിയുടെ വാക്കുകൊണ്ട്. സ്തോത്രം. ഞാൻ സ്വന്തം അത് അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ പുറത്തു പോയല്ല. പക്ഷെ എന്നെ ദൈവം കണ്ടതുകൊണ്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. പക്ഷെ ഇന്ന് ചില ചെറുപ്പക്കാർക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ചില മുൻവിധി കാര്യം എന്തുവാ? ചില വേർതിരിവ് അവിടെ കാണിച്ചതുകൊണ്ട് അവര് എവിടെ പോയി? സഭയ്ക്കകത്ത് പുറത്തുപോയി, ദൈവസന്നിധിയെ പുറത്തുപോയി. അവര് വീട് പോയി. പക്ഷെ അത് വീടാതെ കയറി വന്ന കാര്യമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട്, പിതാക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്തു? എക്കാലത്ത് വന്നു. അപ്പൊ ഇതെല്ലാം ആര് കണക്ക് വയ്ക്കും? ഞാൻ ഒരാളെ വിശ്വാസത്തിൽ നിന്ന് പുറത്ത് കളയാറില്ല. ഞാൻ വിശ്വാസത്തിൽ ചേർക്കാറുള്ളൂ. വിശ്വാസത്തിൽ നിൽക്കാത്തവരെ പുറത്ത് കളയാറുള്ളൂ. വിശ്വാസത്തിൽ ഉറപ്പിക്കാറേ ഉള്ളൂ. ഉറപ്പിച്ചിട്ടും ഉറക്കാൻ കീഴ്പ്പെടാത്തവരെ പുറത്തു പോയിട്ടുള്ളൂ. അല്ലാതെ സ്തോത്രം വിശ്വാസത്തിൽ നിന്നോണ്ടിരുന്നവയും ഞാൻ പറഞ്ഞ വാക്കിനകത്ത് എന്ത് ചെയ്തില്ല? വിശ്വാസത്തിൽ പുറത്തു പോയിട്ടില്ല. പോയിട്ടുണ്ടോ? സ്തോത്രം. അത് ചോദിച്ചിരുമാ. സ്തോത്രം. ഞാൻ വിശ്വാസത്തിൽ ഉറപ്പിക്കുക വേണം നമ്മൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മൾ പോകുന്നത് കാണുമ്പോൾ നമ്മൾ സാക്ഷിയായി തീർന്ന് അനേകർ നമ്മളെ പുറകെ വരണം, തേടി വരണം. നിങ്ങൾ എവിടെ പോകുന്നത്? എവിടെ നിങ്ങൾക്ക് ഈ സമാധാനം കിട്ടിയത്? സന്തോഷം കിട്ടുന്നത് നിങ്ങളെ കാണുമ്പോഴേ അറിയാമല്ലോ. സമാധാനം ഉണ്ടെന്ന്, സന്തോഷം ഉണ്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ അറിയാമല്ലോ. ഇന്നലെ വരെയുള്ള വ്യക്തിയല്ലല്ലോ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ആള് മാറിയല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയുന്നല്ലോ. അത്രയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആരുടെ മേലുണ്ടാവണം? നമ്മളെ മേലുണ്ടാവണം. എന്ത് ചെയ്യണം? ദൈവം നമ്മളുമായിട്ട് അത്രയ്ക്ക് ബന്ധമായി. നമ്മൾ ഒരാളോട് സൂചനം പറഞ്ഞിട്ടല്ല വരണ്ടേ. നമ്മളെ ജീവിതം കണ്ട ഒരാൾ വരണം. സ്തോത്രം. കർണാടകയിൽ കർണാടകയിലെ കൽക്കട്ടയിലെ ഒരു ദൈവദാസൻ ഒരു ചേരിക്കകത്ത് പോയി താമസിച്ചു. ഒരു വലിയൊരു സഭ മിനിസ്ട്രിയാണ് പുള്ളി അവിടെ അയച്ചത്. ആ ചേരിക്കകത്ത് ഇല്ലാത്ത പാവമില്ല. കൽക്കട്ടയ ഇല്ലാത്ത പാവമില്ല. അത്രയ്ക്ക് പാവം നിറഞ്ഞൊരു ചേരിയിലാണ് ആര് താമസിക്കുന്നത്? ദേവദാസനും കുടുംബം താമസിക്കുന്നത്. ദേവദാസനും കുടുംബവും അവിടെ എല്ലാവരോടും ഒരു മാതൃക ജീവിതം ഉണ്ടായിരുന്നു. ഇടപെടുന്നതിനാലും അവിടെ മൊത്തം കടിച്ചീറലും ബഹളവും ചീത്ത വിളികളും സ്തോത്രം വ്യഭിചാരങ്ങളും മോഷണങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ചേരിയിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാവരുമായിട്ട് ഒരു നല്ല സൗമ്യതയായിട്ടുള്ളൊരു ബന്ധമുണ്ട്. പുള്ളിയെ ചീത്ത വിളിച്ചാലും പുള്ളി ചിരിച്ചു. 6 കൊല്ലത്തോളം പുള്ളി അവിടെ വേല ചെയ്തു. പക്ഷെ ഒരു ആത്മാവിനെ പോലും ആർക്ക് നേടാൻ പറ്റിയില്ല? പുള്ളിക്ക് നേടാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളിക്ക് ആ വിട്ട സഭ 2 വർഷത്തോട് നീട്ടിക്കൊടുത്തു. 2 വർഷത്തോട് കഴിഞ്ഞപ്പോൾ 8 വർഷമായി പുള്ളിക്ക് അവിടെ നിന്നും നേടാൻ പറ്റിയില്ല. വളരെ സഭയുടെ മേലിരിക്കുന്നവർ പറഞ്ഞു പുള്ളി ഒരു പരാജയം. 8 വർഷം കൊണ്ട് ഒരു കുടുംബത്തെ പോലും നേടാൻ പറ്റിയില്ല, ഒരു വ്യക്തിയെ പോലും നേടാൻ പറ്റിയില്ല. പുള്ളി എന്തുവാ? ഒരു പരാജയം. അത് കാര്യം പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയെ വേറെ സ്ഥലത്തോട്ട് അയച്ചിട്ട് ആ സ്ഥലത്തേക്ക് വേറെ കുടുംബത്തെ അയച്ചു, വേറെ ദൈവദാസനെ അയച്ചു. 8 കൊല്ലം പുള്ളി അധ്വാനിച്ച സ്ഥലമാണ്. പോകുമ്പോഴും വരുമ്പോഴെല്ലാം അതിനകത്തുള്ള വീട്ടിൽ എല്ലാവരുമായിട്ട് ഇടപെട്ട് പോയ ആളാ. വേറൊരു കുടുംബം വന്ന് അവിടെ താമസമായി, ഒരു ദിവസം താമസമായി അവിടെ വേല തുടങ്ങാൻ തുടങ്ങി. അദ്ദേഹം ചെന്ന് ഓരോ കുടുംബത്തിനകത്തും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളവർ പറയും ഇതേപോലൊരു മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല. പുള്ളി എവിടെ പോയി? മറ്റേ ഇവിടെ രാവിലെ ഇതിൽ നടന്നു പോയായിരുന്നു. അപ്പൊ ഈ ദിവസം യേശുക്രിസ്തു നടന്നു പോകും. ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി പറയും. ഇതേ സുഹൃത്തെ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ പോലെ ഈ സൗമ്യതയുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് ഞങ്ങൾ ഇവിടെ കാണാറുണ്ട്. അപ്പൊ ഈ ദൈവാസം ഇത് ഇവന്മാർക്ക് വട്ടാണ്. ഇവർ എന്തു ഈ പറയുന്നത്? ഇയാളെ കളിയാക്കോ? ദൈവാസം പറഞ്ഞ യേശുക്രിസ്തു എവിടെ താമസിച്ചത്? നിങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടില് താമസിക്കുന്ന ഈ പാസ്റ്റർ.
അപ്പുറത്ത് ഈ വീട്ടിനകത്ത് നേരത്തെ ഒരാളുണ്ടായിരുന്നു. അപ്പോഴാ പാസ്റ്റർ ഈ സംഘടനയോട് പറഞ്ഞു, പുള്ളി 8 കൊല്ലം കൊണ്ട് ചുമ്മാതിരുന്നതല്ല, 8 കൊല്ലം കൊണ്ട് പുള്ളിക്ക് അവിടെ ഒരു ജീവിത സാക്ഷ്യമുണ്ട്. സ്തോത്രം. ജീവിത സാക്ഷ്യമുണ്ട്. ഉടനെ സംഘടന എന്ത് ചെയ്തു? വീണ്ടും ഈ ദേവാസിനെ വിളിച്ച് ഇവിടെ നിർത്തിയിട്ട് മറ്റേ ആളെയും കൊണ്ടുപോയി. ഇന്ന് സ്തോത്രം ഹല്ലേലൂയ, ഞെട്ടിക്കുന്ന പോലെ 10,500 പേരടങ്ങുന്ന ഒരു സഭയാണ് അവിടെ. ആ ചേരിക്കകത്ത് പാപമില്ല. ആ ചേരിക്കകത്ത് പാപം കൊണ്ട് മാത്രം നിറഞ്ഞ സ്ഥലം. ഇന്ന് പാപത്തെ മോചിപ്പിച്ച് ആമികളിൽ ഒരു വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ വെട്ടപ്പെട്ടുകൊണ്ടിരിക്കുക? ആ ദേശത്ത് വരും. ഇതാ വേണ്ട. നമുക്ക് എന്ത് വേണം? നമ്മള് യേശുക്രിസ്തുവിനെ എല്ലാം ധരിച്ച് വീണ്ടും ജനിച്ച് വീണ്ടും മനുഷ്യനാണെന്നെല്ലാം പറയുന്നത്. പക്ഷെ നമ്മളെ പഴയ സ്വഭാവം പലപ്പോഴും മറന്നിട്ടില്ല. പോയില്ലേ? സ്തോത്രം. പലപ്പോഴും പലയിടത്തെല്ലാം ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾക്കെല്ലാം ചെല്ലുമ്പോഴും ചില സംസാരങ്ങൾ പ്രവൃത്തി കാണുമ്പോൾ എന്റെ മനസ്സിനകത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പണ്ടത്തെ നേരത്തേക്ക് ഇതിനുള്ള മറുപടി കൊടുത്തിട്ടേ പോകും. ഇത് കർത്താവ് ഒരു സെന്നയെടുത്ത് പറഞ്ഞ്, നീ ഇതുവരെ പഴയത് കളഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനത്തെ വരുമ്പോഴേ വേറെ ചിന്തയായിട്ട് ചിന്തിക്കും. കാര്യം എന്നാൽ അങ്ങനത്തെ ചിന്ത വരുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ ചിന്തിക്കാതിരിക്കുമ്പോ എന്റെ കൂടെ ഇതിന് വരണം. അവന്റെ പഴയ സ്വഭാവമായിരുന്നു ഞാൻ മറുപടി കൊടുക്കും. ഞാൻ പറയും, എന്തിനാണ് ഞാൻ ചിന്തിക്കാത്ത കാര്യം നീ എനിക്ക് വീണ്ടും ഒരു പാപത്തിലേക്ക് കൊണ്ടുപോകും? കാര്യം എന്തുവാ? സ്തോത്രം. ഇതിങ്ങനെ തേട്ടി വരും. ഇത് തേട്ടി വരുമ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചോണം. കാര്യം എന്തുവാ? പഴയ മനുഷ്യൻ തീർന്നു. ഇപ്പൊ എന്റെ മേൽ ഭരിക്കുന്ന ആരാണ്? യേശു കർത്താവ്. എനിക്ക് ചെയ്യാൻ പറ്റാത്തടത്ത് ഞാൻ ചെല്ലത്തില്ല. ഞാൻ പറയും, ഞാൻ പോയാൽ ശരിയാവത്തില്ല. കാര്യം എന്തുവാ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലത് സംസാരിക്കും. ഞാൻ ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യമോ, ഞാൻ യേശുവിനെ അറിഞ്ഞവനാണ്. നീ മാറിപ്പോകുന്നത് തന്നെ നല്ലത്. നീ നേരെ പോയാൽ നിന്റെ വിശ്വാസത്തിനകത്ത് കോട്ടം വരുത്തുന്ന കാര്യത്തിനകത്ത് എന്ത് ചെയ്യല്ലേ? നിൽക്കരുത്. നീ മാറിപ്പോകണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. നമ്മൾ വായിച്ച ഭാഗം എന്ന് പറഞ്ഞേ, വിശ്വാസം നിലനിർത്തുന്നത് യേശു ക്രിസ്തുവാ, അല്ലാതെ മനുഷ്യനുമായിട്ടുള്ള ബന്ധമോ ജ്ഞാനമോ ബുദ്ധിയോ അല്ല. യേശു ക്രിസ്തു നൽകിയ ദൈവശക്തിയാലാണ് നമ്മളെ വിശ്വാസത്തെ നിലനിർത്തുന്നത്. എങ്കിൽ മാത്രമേ നീ ദൈവവേദനാവത്തുള്ളൂ. ബാക്കി ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തിനാലത്രേ ആയിരുന്നു. എന്നാൽ തികഞ്ഞവരുടെയും ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും. കണ്ടോ? ഈ ലോകത്തിന്റെ ജ്ഞാനത്തോട് ചേരല്ലേ എന്ന് പറയുന്ന കാര്യം എന്തുവാ? ഇത് നശിച്ചു പോകുന്ന ജ്ഞാനമാണ്. ഇത് നിലനിൽക്കുന്ന ജ്ഞാനമല്ല. നിലനിൽക്കുന്ന ഒറ്റ ജ്ഞാനമേ ഉള്ളൂ. ദൈവം നൽകുന്ന ജ്ഞാനം, ദൈവം നൽകുന്ന അറിവ്, ദൈവം നൽകുന്ന ദൈവശക്തി, അത് മാത്രമേ നിലനിൽക്കൂ. മറ്റേതെല്ലാം എന്തിയോ നശിച്ചു പോകുന്നത്. അടുത്തത്, ദൈവം ലോകം സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ ക്രിസ്തുവിനെ ക്രൂശിച്ചവനെ നോക്കി പറയുക, ദൈവത്തിന്റെ തേജസ് അവരെ അറിഞ്ഞായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ആരെയും ക്രൂശിക്കത്തില്ലായിരുന്നു. കർത്താവിനെ ക്രൂശി ആരാണ്? ദൈവജനമെന്ന് പറഞ്ഞവരാണ്. അന്ന് സ്വയം ദൈവജനമെന്ന് പറഞ്ഞ യഹൂദന്മാരാണ് ആരെ ക്രൂശിച്ചത്? ഞങ്ങൾ പഠിച്ചിരിക്കുന്ന, ഞങ്ങളുടെ പിതാക്കന്മാർ തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിനെതിരെ ഇവൻ പ്രസംഗിക്കുന്നു, ഇവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരിക്കലുമല്ല. ആ ന്യായപ്രമാണത്തെ സ്ഥിരപ്പെടുത്തുവാണ് ആര് ചെയ്യുന്നത്? യേശുഭജൻ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെയല്ല യേശുഭജനെ ക്രൂശിച്ചത്. പിലാത്തോസ്, അന്യനായ പിലാത്തോസ് വരെ പറഞ്ഞു, എന്ത് ചെയ്തു? ഇവൻ ചെയ്ത കുറ്റം എന്താ? ഇവനെ ക്രൂശിക്കാൻ ഇവൻ ചെയ്ത കുറ്റം എന്താ? കർത്താവിന്റെ ക്രൂശിന്റെ മേലെഴുത്തിൽ ക്രൂശിന്റെ മേൽ എഴുതി വെച്ചിരിക്കുന്നു, യഹൂദന്മാരുടെ രാജാവ് ആയ യേശു ക്രിസ്തു എന്നാ എഴുതേക്കുന്നത്. സ്തോത്രം. ആ പിലാത്തോസ് നോക്കിയോ, അന്യ മനുഷ്യൻ നോക്കിയോ, ചെയ്ത കുറ്റം എന്താ? ഇതിന് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ദൈവമക്കൾ എന്ന് പറയുന്ന സ്വയം പറയുന്ന, ഞാൻ എന്റെ ബന്ധുക്കോസുകാരെ പറ്റി, ദൈവവചന പ്രകാരം ജീവിക്കാത്ത ബന്ധുക്കോസുകാരെ പറ്റി ഞാൻ പറയുന്നത്. ദൈവവചന പ്രകാരം വില കൊടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ദൈവമക്കളെന്ന് സ്വയം പറഞ്ഞിട്ടും, ദൈവദാസനെന്ന് സ്വയം പറഞ്ഞിട്ടും, ദൈവമായിട്ട് ബന്ധമില്ലാത്ത പ്രവൃത്തികൾ ലോകത്തിന്റെ രാഷ്ട്രീയക്കാരനുമായി അല്ലെങ്കിൽ ലോകപരമായി എഴുതിച്ചേർന്നുള്ള ബന്ധപ്രകാരം ചെയ്യുന്നവന് എതിരെ ഞാൻ പറയുന്നത്, യേശു
ചേർന്ന് ചെയ്യേണ്ടവൻ അതിന് വിപരീതമായി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ചല്ല പറയുന്നത്. ഇവരും അതേ തുല്യമാണ്. യേശുവിനെ ക്രൂശിച്ചവരെതിരാ ഇവര് ദൈവമക്കളെന്ന് ഇവരുടെ സ്വയം പറഞ്ഞുകൊണ്ട് നടന്നതാ. പുരോഹിതന്മാരും മഹാശാസ്ത്രിമാരും പണ്ഡിതന്മാരെല്ലാം ഞങ്ങൾ ബൈബിളിനകത്ത് വചനത്തിനകത്ത് പാണ്ഡിത്യമുള്ളവരാ, അറിവുള്ളവരാ എന്ന് പറഞ്ഞ് നടന്നവരാ. എന്നിട്ട് ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇന്ന് പെന്തക്കോസ്തായിട്ട് നടക്കുന്ന ജീവിക്കാത്തവർക്ക് ദൈവത്തിന്റെ തേജസ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ തലമുറകൾ ആരുടെ തേജസ് മനസ്സിലാക്കിയിട്ടില്ല, യേശുവിന്റെ തേജസ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ കുറച്ചുപേരെ ഉള്ളെങ്കിലും നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ദൈവത്തിന്റെ തേജസ് മനസ്സിലാക്കിയത് കൊണ്ട് സഭയ്ക്കകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഈ ഓട്ടം അവസാനം വരെ നമുക്ക് ഓടണം. ഓട്ടം തികയ്ക്കണം ദൈവവചന പ്രകാരം. ഈ സഭയ്ക്ക് ഓട്ടം തികയ്ക്കണം. ഈ സഭയ്ക്ക് ഓട്ടം തികയ്ക്കണ്ടെങ്കിൽ പല ലോകത്തിന്റെ നന്മകൾ വരും, അനുഗ്രഹങ്ങൾ വരും, ബന്ധങ്ങൾ വരും, പലയിടത്തും ഈ സഭയുടെ പേര് വരും. ഇത് വേണ്ട, നമുക്ക് ഓട്ടം തികച്ചാൽ മതി. നമ്മുടെ പേര് എവിടെ കണ്ടാൽ മതി? സ്വർഗത്തിൽ കണ്ടാൽ മതി, യേശുവിന്റെ സന്നിധി കണ്ടാൽ മതി. അവിടെ അതിനുവേണ്ടി ഓടുന്ന സഭയായിട്ട് കണ്ടാൽ മതി. അതിനകത്ത് ചുരുക്കമേ കാണൂ, പക്ഷെ എവിടെ പോവും? ദൈവസന്നിധി ചെയ്തു. ഈ യഹൂദന്മാർ ദൈവത്തെ അറിയുന്നവരല്ല, ദൈവത്തെ അറിയാത്തവരല്ല ദൈവത്തെ പീഡിപ്പിച്ചത്, ദൈവത്തെ ക്രൂശിലാക്കിയത്. പൗലോസ് പറയുക ദൈവത്തിന്റെ തേജസ് അവർ മനസ്സിലാകും. പൗലോസ് ദൈവത്തെ അറിയുന്ന മുമ്പേ ദൈവത്തിന്റെ തേജസ് മനസ്സിലാക്കാതെ ദൈവത്തെ പീഡിപ്പിച്ച ആളാ. ദൈവം തൊട്ടപ്പോഴാണ് തേജസ് മനസ്സിലായത്. പിന്നെ മുതൽ അവൻ ആർക്ക് വേണ്ടിയായി? കർത്താവ് യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. വാക്യം വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സ്തോത്രം. ഒരു മിനിറ്റ്. ഇന്ന് പകൽ ദൈവമക്കളെ, ക്ഷീണിതമായിരിക്കുന്ന ദൈവമക്കളെ, പ്രയാസമായിട്ടിരിക്കുന്ന ദൈവമക്കളെ, മാനസികമായി തകർന്നിരിക്കുന്ന ദൈവമക്കളെ, രോഗിയായിരിക്കുന്നവരെ, ദൈവത്തിന്റെ ദൂത് കേട്ടിട്ട് ദൂതിന്റെ മറുപടി ഇല്ലാതെ ദൂതിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുക. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നതിനും അപ്പുറമാ ദൈവത്തിന്റെ പ്രവൃത്തി. എന്റെ ചിന്ത കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ അടക്കുവാൻ കഴിയത്തില്ല. എന്റെ കണ്ണുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അതിനെല്ലാം അപ്പുറമായി 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 പ്രവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നത്, ആ യേശു ക്രിസ്തുവിനെ ഞാൻ സേവിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ പകല് എന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോവുക. ഇന്ന് എന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോവുക. ദൈവമക്കളെ എതിരെ നിൽക്കുന്ന വെല്ലുവിളിക്കുന്ന വിഷയത്തിനകത്ത് വിളിച്ചു പറയാം. ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ ദൂതെന്ന് വിളിച്ചു പറയാം. അത് ചെവി കേട്ടിട്ടില്ല, കാത് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നിരൂപിക്കുന്നതിന് അപ്പുറമാണ് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെങ്കിൽ ഇന്ന് പകൽ ഓരോ കുടുംബത്തിനകത്ത് തലമുറയിലും നിങ്ങളുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, ദേശത്തിനകത്ത്, നിങ്ങളുടെ മുൻവിധിക്കകത്ത്, നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മധ്യയിൽ, അപമാനിക്കുന്നവരുടെ മധ്യയിൽ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ പകരം വെളിപ്പെടാൻ പോവുക. വിശ്വസിക്ക്. ഈ വചനത്തെ അങ്ങോട്ട് ഏറ്റെടുത്ത് വിശ്വസിക്ക്. ഈ വചനത്തെ അങ്ങോട്ട് ഏറ്റെടുത്ത് വിശ്വസിക്ക്. എന്റെ തലമുറയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്റെ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്റെ ഭർത്താവിനെ എന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്റെ ഭവനത്തെ കുറിച്ച് എന്റെ ദേശത്ത് ഇങ്ങനെ പറയുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായി, മുൻവിധിക്കും അപ്പുറമായി ഞാനും എന്റെ കുടുംബവും ആ ദൈവത്തിന്റെ വാഗ്ദത്തം കൂതും നന്മയും പ്രാപിക്കും. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മനുഷ്യന്റെ ഞാനല്ല വേണ്ടത്, മനുഷ്യന്റെ ബുദ്ധിയല്ല വേണ്ടത്, മനുഷ്യന്റെ കഴിവല്ല എനിക്ക് വേണ്ടത്. എന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഇത് പൂർണ്ണമായി ആ വചനത്തെ ഏറ്റെടുക്കുക. പൂർണ്ണമായി വചനത്തെ ഏറ്റെടുക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ഏറ്റവും കൂടുതൽ അപമാനിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, മുൻവിധിക്കുമ്പോൾ, നിങ്ങൾ ഒന്നും ആവത്തില്ലെന്ന് പറയുമ്പോൾ, നിങ്ങൾ അനുഗ്രഹപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ, നിങ്ങളോട് നിങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ തളർന്നു പോകുമ്പോൾ, ആ റൂമിനകത്ത് അങ്ങോട്ട് കയറി ഈ വചനത്തെ ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങോട്ട് വായിച്ചു പറ. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നിരൂപിക്കാൻ പറ്റത്തില്ല. ആ അനുഗ്രഹമായി എന്റെ ദൈവം തരാൻ പോകുന്നത്, ആ അനുഗ്രഹമായി എനിക്ക് തരാൻ പോകുന്നത്, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് പറയുന്നതിന്റെ അനുഗ്രഹം, അതിനപ്പുറത്തെ അനുഗ്രഹം, എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിന് അപ്പുറത്തെ അനുഗ്രഹം, എനിക്ക് എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിനായിട്ട് അപ്പുറത്തെ അനുഗ്രഹമാണ് എന്റെ യേശു എന്ന ദൈവമക്കൾക്ക് വെച്ച്
ഇന്ന് പകൽ ഒരു തീയായി ദൈവജനത്തിലേക്ക് ഒന്ന് കടന്നു. യേശുവെ ഞങ്ങൾ ഏറ്റെടുക്കണപ്പാ, യേശുവെ ഞങ്ങൾ ഏറ്റെടുക്കണപ്പാ, യേശുവെ ഞങ്ങൾ ഏറ്റെടുക്കണപ്പാ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ, ആ നിവർത്തിയാവട്ടെ. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവരുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിന് അപ്പുറമായി അപ്പാ ഈ സഭയെ കുറിച്ച് ദൈവമക്കളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. The power, Jesus power, Jesus power, a power. ഒന്ന് പകൽ വിശ്വസിക്ക്, ഉറപ്പിക്ക്. ഈ അണ്ടർലൈൻ ചെയ്യാൻ ഹൃദയത്തിനകത്ത് ഈ വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്യ്. ഇന്ന് യേശുവിന്റെ നാമത്തിന് ക്ഷീണം മാറട്ടെ, നിന്റെ രോഗങ്ങൾ മാറട്ടെ, നിന്റെ ഭവനത്തിന്റെ കടഭാരങ്ങൾ മാറട്ടെ, നിന്റെ ഭവനത്തിന്റെ വേദനകൾ മാറട്ടെ, നിന്റെ ഭവനത്തിനെതിരെയുള്ള മുൻവിധികൾ മാറട്ടെ, നിന്റെ ഭവനത്തിനെതിരെയുള്ള ക്ഷീണം മാറട്ടെ. ഇന്ന് പകല ദൂതങ്ങളുടെ നിവർത്തിയാവട്ടെ. നിന്റെ തലമുറ അനുഗ്രഹിക്കത്തില്ലല്ലോ, എന്റെ യേശു അനുഗ്രഹിക്കാൻ പോവാ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവാ, എന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ പോവാ. എനിക്കായി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്, എനിക്കായി ഒരു ജോലി ഒരുക്കുന്നുണ്ട്, എനിക്കായി ഒരു സമ്പത്ത് ഒരുക്കുന്നുണ്ട്, എനിക്കായി ഒരു അനുഗ്രഹം ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽ ആ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. Hallelujah. Hallelujah. Yes. സ്തോത്രം. ലോകത്തിന്റെ ജ്ഞാനമല്ല, മനുഷ്യന്റെ ജ്ഞാനമല്ല. ഇന്ന് പകൽ അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കണ്ണ് കണ്ടിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറമായി അപ്പുറമായി, എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നതിന് അപ്പുറമായി 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 എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഞാൻ കേൾക്കാൻ പോകുന്നത്. എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും കേൾക്കാൻ പോകുന്നത്. എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറമായി എന്റെ ചമ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അപ്പൊ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായുള്ള വാഗ്ദത്തങ്ങൾ എനിക്ക് തുറന്നു തരുന്നത്, എന്റെ തലമുറയ്ക്കും എന്റെ കുടുംബത്തിനും തുറന്നു തരുന്നത്. മുൻവിധിച്ചവരുടെ പേരിൽ എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഒരുങ്ങി തിരിഞ്ഞ് ബൈബിളുമായിട്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ എന്റെ ഭവനത്തിലുള്ളവർ തന്നെ മുൻവിധിച്ചിട്ടുണ്ട്. എന്തോ നേടുമല്ലോ അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കാത്തതിന് അപ്പുറമായി, എന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായി എന്റെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ അടയാളത്തെ നടക്കാൻ പോവുക. എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് മഹത്വം ഇറങ്ങാൻ പോവുക. ആ മഹത്വം ഇറങ്ങാൻ പോവുക. ആ ബ്ലെസ്സിംഗ് വെളിപ്പെടാൻ പോവുക. അനുഗ്രഹം വെളിപ്പെടാൻ പോവുക. ഏറ്റെടുത്തോ ദൈവജനമേ, ഏറ്റെടുത്തോ ദൈവജനമേ. ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവിടണമെങ്കിൽ നിശ്ചയമായി എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൂതും വാഗ്ദത്തം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ആ പ്രവചനങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലേക്ക് ആഴമായ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ട്, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാട്ട്. ആ നിഗ്രഹത്തോട് പുറത്തു വരട്ടെ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ട്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. സങ്കടങ്ങൾ വരുമ്പോ ഈ വാക്യം ഒന്ന് വായിക്ക്, ഈ വാക്യം അങ്ങോട്ട് വായിച്ചെടുത്തങ്ങോട്ട് പാർത്തിര്, ഈ വാക്യം എടുത്തങ്ങോട്ട് വായിച്ച് പാർത്തിര്. ഇന്ന് ദൂത് ഇറങ്ങട്ടെ. അപ്പൊ ഈ കോരിന്റെ 2-ാം അധ്യായത്തിൽ അങ്ങോട്ട് വായിക്ക്. അപ്പൊ വായിക്ക് വായിക്ക് വായിക്ക്. ആ ദൈവത്തിന്റെ കൃപയെന്ന് വെളിപ്പെടാട്ട്, ആ ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് വെളിപ്പെടാട്ട്. അപ്പോസ്തലനായ പൗലോസിനെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ചെറുതൊന്ന് വെളിപ്പെടാട്ട്. ബുദ്ധിയോ ജ്ഞാനമോ കഴിവോ ബന്ധമോ അല്ല, ദൈവത്തിന്റെ അഭിഷേക ശക്തി ഇന്ന് പകൽ ദൈവ ജനത്തിനകത്ത് സഭയ്ക്കകത്ത് അങ്ങോട്ട് വെളിപ്പെടാട്ട്, മുൻവിധിക്കാത്ത അങ്ങോട്ട് വെളിപ്പെടാട്ട്. യേശുവിന്റെ നാമത്തിന്റെ വർദ്ധിക്കുക. ദൈവകൃപയാൽ നടക്കട്ടെ, ദൈവകൃപയാൽ നടക്കട്ടെ. എന്റെ കണ്ണുനീര് എനിക്കൊരു അനുഗ്രഹമാ. തുരുത്തിയിൽ വെച്ചിട്ടുണ്ട് എന്റെ കണ്ണുനീര്, എന്റെ നിന്ദകൾ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്, എന്റെ പരിഹാസങ്ങൾ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്, മുൻവിധികൾ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. എന്ന് പകൽ വിശ്വസിക്ക്. ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ. എന്റെ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ എന്നെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഉണ്ട്. എന്റെ കണ്ണുനീര് സ്വർഗം കാണുന്നുണ്ട്. ഇന്ന് പകൽ എനിക്ക് അതിന്റെ മേലുള്ള മറുപടി വെളിപ്പെടുക, എനിക്ക് അതിന്റെ മേലുള്ള ദൂത് വെളിപ്പെടുക, എന്റെ മേലുള്ള ദൂത് വെളിപ്പെടുക, എന്റെ മേലുള്ള അനുഗ്രഹം വെളിപ്പെടുക. യേശുവിന്റെ അനുഗ്രഹം ഇന്ന് പകൽ ഇറങ്ങട്ടെ. സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടയ്ക്കുക. കർത്താവിനെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിലേക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകരം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. ആ ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്തും ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളാൽ ഇന്ന് പകൽ ദൈവം നടക്കട്ടെ. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ആ വചനങ്ങൾ ദൂതുകളിൽ നിന്ന് പകൽ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിലേക്ക് നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം നിവർത്തിയാവട്ടെ. ഇന്ന് കേട്ട ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവട്ടെ. ആ ദൈവത്തിന്റെ അത്ഭുതം നിവർത്തിയാവട്ടെ. ഇന്ന് പകൽ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ. ഓരോ കുടുംബവും കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ പ്രാർത്ഥന ഒരു അനുഗ്രഹമാവട്ടെ. ഇന്നത്തെ വചനം ഒരു അനുഗ്രഹമാവട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ഒരു അനുഗ്രഹമാവട്ടെ. ആ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തിലും